നമസ്കാരം. അമിത് ലോധയുടെ നിർദ്ദേശപ്രകാരം SI രഞ്ജനും രാജുവും കൃഷ്ണയും ഹവിൽദാർ ശിവനാരായൺ കൂടി ജാർഖണ്ഡിലേക്ക് തിരിച്ചു. അവർ ദിയോദറിൽ ഏകദേശം 2 ആഴ്ച താമസിച്ചാണ്. നേരത്തെ 2 ആഴ്ച അവർ താമസിച്ചു പോലല്ല ഇപ്പോഴത്തെ യാത്ര. ഇപ്പോ അവർക്ക് നിരീക്ഷിക്കേണ്ട സ്ഥലം കൃത്യമായിട്ട് അറിയാം. ആ 4 ടീം സത്സംഗ് നഗർ കോളനിയിലെത്തി. ഏകദേശം ഒരു 300ഓളം വീടുകളുള്ള ഒരു കോളനിയാണ് ഈ സത്സംഗ് നഗർ കോളനി എന്ന് പറയുന്നത്. ആ കോളനിയിലേക്ക് അവർ കയറുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. ആ കോളനിയിലെ റോഡിൽ കുണ്ടും കുഴികളേ ഉള്ളൂ. കുണ്ടും കുഴി ഉണ്ടെന്ന് മാത്രമല്ല, പല കുഴികളിലും തലേദിവസം പെയ്ത മഴവെള്ളവും ഓടയിൽ നിന്നുള്ള വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ ആ കുഴിയിൽ വീഴുന്നതും അതിൽ നിന്ന് വെള്ളം തെറിക്കുന്നതും ആളുകളുടെ പുറത്തു വീഴുന്നതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. ആ റോഡ് വഴിയാണ് ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നത്. ആ മാർക്കറ്റിലെ ഒരു വ്യക്തിയെ ശിവനാരായണന് പരിചയമുണ്ട്. അയാളൊരു ബന്ധുവാണ്. ശിവനാരായൺ അയാളുടെ ബന്ധുവിനെ പോയി കണ്ട് ഒരു ആവശ്യം ഉന്നയിച്ചു. ചേട്ടാ, എൻ്റെ 2 കൂട്ടുകാരുണ്ട്. അവർക്ക് ഈ ഉരുളക്കിഴങ്ങ് കച്ചവടം അവരുടെ നാട്ടിൽ നടത്താൻ താല്പര്യമുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് കച്ചവടം ചെയ്ത് പരിചയമില്ല. ഞാൻ അപ്പോഴാണ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞത്. അവർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അവരും കൂടി ചേട്ടനൊപ്പം ഒന്ന് കൂടിയാലോ? 2 ദിവസം കൊണ്ട് അവർ കച്ചവടം പഠിക്കാന്നാ പറഞ്ഞു. ശിവനാരായണൻ എന്ന പോലീസുകാരൻ അയാളുടെ ബന്ധുവിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ ആ ബന്ധു സമ്മതിച്ചു. അങ്ങനെ ആ മാർക്കറ്റിലെ ഒരു കടയിലേക്ക് രാജുവും കൃഷ്ണയും സഹായികളായി എത്തി. രാജുവിനെയും കൃഷ്ണയും കണ്ടാൽ ജോലിയും കൂലിയും ഇല്ലാത്ത സാധാരണ 2 മനുഷ്യരായിട്ടേ ആ നിമിഷം തോന്നത്തുള്ളൂ. അവർ ശരിക്കും ബഹുമാനത്തോടു കൂടിയാണ് ശിവനാരായണന്റെ ആ ബന്ധുവിനോട് സംസാരിക്കുന്നത്. അയാൾ അവിടെ കുന്നുകൂട്ടിയിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കാണിച്ച് അവരോട് പറഞ്ഞു, 2 ദിവസം കൊണ്ട് ഈ ഉരുളക്കിഴങ്ങ് മുഴുവൻ വിൽക്കണം. അതാണ് നിങ്ങളുടെ ജോലി. രാജുവും കൃഷ്ണയും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് അവരങ്ങനെ കടക്കുകയാണ്. ആ ഉരുളക്കിഴങ്ങിന് അടുത്തിരുന്ന രാജുവും കൃഷ്ണയും ഉറക്കെ വിളിച്ചു തുടങ്ങി. ആലോ ആലോ! അവരുടെ ഉറക്കെയുള്ള വിളി കേട്ടതും ആ കച്ചവടക്കാരൻ രാജുവിനെയും കൃഷ്ണയും ഒന്ന് നോക്കി. ആദ്യമായി കച്ചവടത്തിന് ഇറങ്ങുന്ന ആളുകളാണ് ചുമ്മാ കിടന്ന് വിളിച്ചു കൂവുക. അവരങ്ങനെ വിളിച്ചു കൂവി ആളുകളെ ആ കടയിലേക്ക് ക്ഷണിക്കുമ്പോൾ ശാന്തി ദേവി ആ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി ശിവനാരായണനും രഞ്ജനും നേരെ എതിർഭാഗത്തുള്ള ഒരു ചായക്കടയുടെ ബെഞ്ചിൽ ഇരിക്കുകയാണ്. പകൽ മുഴുവൻ ആ ചായക്കടയുടെ അടുത്തിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും ചായക്കടക്കാരൻ പല ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് അവർ എണീറ്റ് മാർക്കറ്റിലൂടെ നടക്കും. മാർക്കറ്റിലൂടെ നടക്കുന്ന അവർ കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് മറ്റേതെങ്കിലും കടയുടെ അടുത്ത് കൂടും. ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ആ തിരക്കിൽ അവർ ആ ദിവസം കഴിച്ചു കൂട്ടുകയായിരുന്നു. അന്ന് മാർക്കറ്റ് പിരിയുന്നവരെ അവർ ശാന്തി ദേവിക്ക് വേണ്ടി ആ മാർക്കറ്റിൽ കാത്തിരുന്നെങ്കിലും ശാന്തി ദേവി വന്നില്ല. ആ വിവരം അന്ന് വൈകുന്നേരം തന്നെ രഞ്ജൻ അമിത് ലോധയെ അറിയിച്ചു. പിറ്റേന്നും ഈ കഥ ആവർത്തിച്ചു. 2 ദിവസമായിട്ടും ശാന്തി ദേവിയെ കാണാതെ വന്നപ്പോൾ കച്ചവടത്തിൽ സഹായികളായിരിക്കുന്ന രാജു കൃഷ്ണയും ലേശം അജിറ്റേറ്റഡ് ആവുകയാണ്. അവർക്ക് തീരെ പരിചയമില്ലാത്ത ഒരു ജോലിയാണ് അവർ 2 ദിവസമായിട്ട് ചെയ്യുന്നത്. ഹവിൽദാർ ശിവനാരായണന് സ്വാഭാവികമായിട്ടും ഇത് ഡ്യൂട്ടിയുടെ ഭാഗമാണ്. രഞ്ജൻ വിവരങ്ങൾ അമിത്തിനെ ധരിപ്പിച്ചപ്പോൾ അമിത് രഞ്ജനോട് പറഞ്ഞു, രഞ്ജൻ, എന്റെ മനസ്സ് എന്നോട് പറയുന്നത് നാളെ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ്. ഒരു വീട്ടിലേക്ക് പച്ചക്കറികളും മറ്റ് സാധനങ്ങളും ഒക്കെ ആളുകൾ വാങ്ങുന്നത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണയൊക്കെ ആവും. ശാന്തി ദേവി ഉറപ്പായും അടുത്ത ദിവസം വരുമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത് ലോധ രഞ്ജനോട് പറഞ്ഞത്. അങ്ങനെ 3ാമത്തെ ദിവസം എത്തി. രഞ്ജനും ഹവിൽദാറും ആ കോളനിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. രാജുവും കൃഷ്ണയും ആ ഉരുളക്കിഴങ്ങ് കച്ചവടത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണെങ്കിലും അവരുടെ കണ്ണുകളും ആ കോളനിയുടെ ഭാഗത്തേക്കാണ്. അപ്പോ അവർ ആ കാഴ്ച കണ്ടു. ശരിക്കും അവർക്ക് പരിചയമുള്ള ആ ലേഡി അങ്ങോട്ട് നടന്നു വരികയാണ്. കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ മത്സരിച്ച അതേ ശാന്തി ദേവി ആ മാർക്കറ്റിലേക്ക് അങ്ങനെ നടന്നു വരുന്നു. മാർക്കറ്റിലേക്ക് ശാന്തി ദേവി വരുന്നത് കണ്ടതും രഞ്ജൻ ആ വിവരം അമിതിന് റിപ്പോർട്ട് ചെയ്തു. അമിത് രഞ്ജനോട് പറഞ്ഞു, ഓക്കെ, അവരറിയാതെ അവരെ ഫോളോ ചെയ്യണം. അവരെവിടെയാണ് താമസിക്കുന്നത് കണ്ടുപിടിക്കണം. ഏകദേശം ഒരു 25 മിനിറ്റോളം ശാന്തി ദേവി ആ മാർക്കറ്റിലുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ആ കോളനിലേക്ക് നടക്കുകയാണ്. ആ കോളനിയിൽ നിന്ന് മാർക്കറ്റിലേക്ക് വന്ന പലരും കോളനിലേക്ക് തിരിച്ചു നടക്കുന്നുണ്ട്. കോളനിയിൽ നിന്ന് ആളുകൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആൾത്തിരക്കുള്ള സമയമാണ്. സ്കൂട്ടറുകളും ഓട്ടോകളും ഒക്കെ ആ കുണ്ടുംകുഴിയിലൂടെ വളരെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടിയാണ് രഞ്ജന്റെ ടീമിന് ശാന്തി ദേവിയെ ഫോളോ ചെയ്യേണ്ടത്. രാജുവും കൃഷ്ണയും അവരുടെ മുതലാളിയോട് പറഞ്ഞു, സർ, ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞിട്ട് രാജുവും കൃഷ്ണയും ആ ഉടമയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ പെട്ടെന്ന് നേരെ എതിരെയുള്ള ചായക്കടയുടെ നേരെ നടന്നു. അവർ ചായക്കടയുടെ നേരെ നടക്കുന്ന കണ്ടപ്പോൾ വേറെ 1-2 ആളുകൾ ആ കടയിലേക്ക് വന്നു. ആ ഉരുളക്കിഴങ്ങ് കച്ചവടക്കാരന്റെ ദൃഷ്ടി സ്വാഭാവികമായും കടയിലേക്ക് വന്ന ആളുകളിലേക്ക് മാറിയതും രാജു കൃഷ്ണയും പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലയിച്ച് ശാന്തി ദേവിയെ ഫോളോ ചെയ്തു തുടങ്ങി. ഇപ്പോ ആ 4 ടീം ശാന്തി ദേവിയെ ഫോളോ ചെയ്യുകയാണ്.
ശാന്തി ദേവിയെ ഫോളോ ചെയ്ത് അവർ ആ കോളനിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ കോളനിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആളുകളും കോളനിക്ക് അകത്തേക്ക് കിടക്കുന്ന ആളുകളും അകത്തേക്കും പുറത്തേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ കൊണ്ട് ആ തെരുവ് ശരിക്കും ടൈറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച അവർ ശാന്തി ദേവിയെ ഫോളോ ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് രഞ്ജനും ടീമും നടന്നു കാണും. പെട്ടെന്ന് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ശാന്തി ദേവി അപ്രത്യക്ഷയായി. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ ശാന്തി ദേവി താമസിക്കുന്ന വീട് തിരക്കിയാണ് യഥാർത്ഥത്തിൽ ശാന്തി ദേവിയെ ഫോളോ ചെയ്തത്. ഇത് തികച്ചും അപ്രതീക്ഷിതമായി ശാന്തി ദേവി അവർക്ക് മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. അമ്പരന്ന് പോയ രഞ്ജൻ ആ നിമിഷത്തിൽ തന്നെ അമിത് ലോധയെ വിളിച്ച് കാര്യം പറഞ്ഞു. അമിത് ലോധയെ വിളിച്ച് രഞ്ജൻ കാര്യം പറയുമ്പോൾ രഞ്ജൻ ശരിക്കും ടെൻഷനിലാണ്. അത് മനസ്സിലാക്കിയ SP അമിത് ലോധ രഞ്ജനോട് പറഞ്ഞു, രഞ്ജൻ വിഷമിക്കണ്ട, എന്തായാലും നിങ്ങൾ അവസാനമായി ശാന്തി ദേവിയെ കണ്ട സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. എന്താണ് പ്രത്യേകത എന്ന് പറ. അത് കേട്ടത് രഞ്ജൻ അവിടെ നിന്നുകൊണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് വീക്ഷിച്ചു. സാർ, ഇവിടെ വീടുകളുടെ നിരയാണോ ഉള്ളത്, വീടുകൾക്കിടയിൽ ചെറിയ ഇടവഴികളും ഉണ്ട്. രഞ്ജൻ അവ സംശയിക്കണ്ട, ആ ഇടവഴിക്കുള്ളിലെ ഏതോ വീട്ടിലാണ് ശാന്തി താമസിക്കുന്നത്. ശാന്തി ഇടവഴിക്കുള്ളിലേക്ക് കയറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ശാന്തിയെ കാണാൻ പറ്റാതായത്. രഞ്ജന് അമിത് പറയുന്ന കാര്യം ശരിയാണെന്ന് ആ സ്ഥലം വീക്ഷിച്ചപ്പോൾ ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട്. സാർ, ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, ഏത് വീട്ടിലാണ് ശാന്തി എന്ന് നമ്മൾ എങ്ങനെ അറിയും? അത് കേട്ടതും അമിത് രഞ്ജനോട് പറഞ്ഞു, രഞ്ജൻ എനിക്കൊരു ആശയം തോന്നുന്നുണ്ട്. രഞ്ജൻ ഇപ്പൊ തന്നെ അവിടെ പത്രമിടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ആ പത്രക്കാരോട് ഇംഗ്ലീഷ് പത്രം വരുത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുക, പ്രത്യേകിച്ചും പുതിയതായിട്ട് താമസത്തിന് വന്ന ആളുകൾ. അമിത് ലോധ ആ കാര്യം രഞ്ജനോട് പറയാൻ ഒരു കാരണമുണ്ട്. ശാന്തി ദേവിയും ഹോർലിക്സും കൂടി ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഹോർലിക്സ് എപ്പോഴും ശാന്തി ദേവിയോട് ആവശ്യപ്പെടുന്നത് ഒരു ചെറിയ കാര്യമാണ്. അയാളുടെ വീട്ടിൽ പത്രം വരുത്തണം, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പത്രം. അത് ടൈംസ് ഓഫ് ഇന്ത്യ ആയിരിക്കണമെന്നും ഹോർലിക്സ് നിർബന്ധമായിട്ടും ശാന്തി ദേവിയോട് പറയുന്നത് അമിത് കേട്ടിട്ടുണ്ട്. ഹോർലിക്സിന് എഴുത്തും വായനയെ അറിയില്ല എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ബലഹീനത. തന്റെ മക്കൾ അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കണമെന്നും പഠിച്ച് ഒരു IPS കാരനാകണമെന്നുള്ളത് ഹോർലിക്സിന്റെ ആഗ്രഹമാണ്. ഹോർലിക്സ് ആ കാര്യം എല്ലായ്പ്പോഴും ശാന്തി ദേവിയെ ഓർമ്മിപ്പിക്കാറുണ്ട്. ആ കാര്യം ഓർമ്മ വന്നതുകൊണ്ടാണ് അമിത് ലോധ രഞ്ജനോട് പത്രക്കാരനെ കണ്ടെത്തി ഇംഗ്ലീഷ് പത്രം പുതുതായി വരുത്തി തുടങ്ങിയ ഏതെങ്കിലും കുടുംബമുണ്ടോ എന്ന് തിരക്കാൻ പറഞ്ഞത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രഞ്ജൻ അമിത് ലോധയെ തിരിച്ചു വിളിച്ചു. സാബ്, പുതുതായി താമസത്തിന് വന്ന ഒരു വീട്ടിൽ ടൈംസ് ഓഫ് ഇന്ത്യ വരുത്തുന്നുണ്ട്. അത് കേട്ടതും അമിത് രഞ്ജനോട് പറഞ്ഞു, രഞ്ജൻ എന്നാ പിന്നെ സംശയിക്കണ്ട, അത് തന്നെയാണ് ശാന്തി ദേവിയുടെ വീട്. രഞ്ജൻ, ഈ നിമിഷം മുതൽ നിങ്ങൾ ആ വീടിന് കാവലുണ്ടാകണം. ആരുടെയും ശ്രദ്ധയപ്പെടാതെ ആ വീടിനെ നിങ്ങൾ നിരീക്ഷിക്കണം. എനിക്ക് തോന്നുന്നത് ഹോർലിക്സ് ശാന്തിയെ കാണാൻ വരുമെന്ന് തന്നെയാണ്. ബീഹാറിലെ അറിയപ്പെടുന്ന ഷാർപ്പ് ഷൂട്ടറായി മാറിയിരിക്കുകയാണ് ഹോർലിക്സ് എന്ന പിന്റു കുമാർ. പിന്റു കുമാർ അശോക് മഹത്തയുടെ ഗ്രൂപ്പിന്റെ ഭാഗമായതിനു ശേഷം അവനെ വിളിക്കുന്നത് പിന്റു മഹത്തോ എന്നാണ്. ഈ പിന്റു കുമാർ ശാന്തി ദേവിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു സാധാരണ കർഷകൻ മാത്രമാണ്. മക്കളെ നന്നായി പഠിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് പിന്റുവിന് ഉണ്ടായിരുന്നത്. അവൻ നിരക്ഷരനായതുകൊണ്ട് ഏറ്റവും നല്ല സ്കൂളിൽ മകനെ ചേർത്ത് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം പിന്റുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ മേഖലയിലെ ജവഹർ നവോദയ വിദ്യാലയത്തിൽ മകനെ ചേർക്കാൻ പിന്റു ആഗ്രഹിക്കുന്നത്. ആ വിദ്യാലയത്തിൽ അടയ്ക്കാനുള്ള ഫീസുമായി ഒരു ദിവസം പിന്റു അവന്റെ വീട്ടിൽ നിന്ന് ആ സ്കൂളിലേക്ക് വരുമ്പോഴാണ് അവന്റെ ജീവിതം ആകെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായത്. അവനെ 2-3 ഗുണ്ടകൾ തടഞ്ഞു നിർത്തി. പിടിച്ചുപറിക്കാരാ. പിന്റുവിനെ തടഞ്ഞു നിർത്തിയ ഗുണ്ടകൾ ശരിക്കും ആചാരബാഹുക്കളാണ്. അവരുടെ നേതാവ് കക്ഷി ഒരു വലിയ തടിമാടനുമാണ്. അയാൾ പിന്റുവിന്റെ കയ്യിൽ നിന്ന് ആ പണം പിടിച്ചെടുത്തപ്പോ പിന്റു ആകെ വിഷമത്തിലായി. അവന്റെ കാളെ വിറ്റിട്ട് ആ കാശുമായി വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ആ കാശ് വിട്ടുകൊടുക്കാൻ പിന്റുവിന് ഒരു മടി. തന്റെ കാശ് പിടിച്ചെടുത്ത ആ തടിയന്റെ ചെവിയിൽ പിന്റു ആഞ്ഞു കടിക്കുന്നത് അങ്ങനെയാണ്. ആ തടിയനൊപ്പമുള്ള 2 ആളുകളും അന്തമിട്ട് നോക്കി നിൽക്കുമ്പോൾ പിന്റു ആ ഗുണ്ടാ തലവന്റെ ചെവി കടിച്ചു മുറിച്ചു. പിന്റു ആ ഗുണ്ടാ തലവന്റെ ചെവി കടിച്ചു മുറിച്ചപ്പോ ആ മുറിഞ്ഞ ചെവി പിന്റുയുടെ വായിലിരിക്കുകയാണ്. വേദന കൊണ്ട് പുളയുന്ന ആ ഗുണ്ടാ തലവനും അയാളുടെ ശിഷ്യന്മാരും അമ്പരപ്പോടെ ഭയത്തോടെ പിന്റു നോക്കുമ്പോ പിന്റു ശരിക്കും ഒരു ഇറച്ചി കഷ്ണം കടിച്ചു തിന്നും പോലെ അവൻ ആ ചെവി കടിച്ചു തിന്നു തുടങ്ങി. ശരിക്കും ആ കാഴ്ച ആ ചെവി നഷ്ടപ്പെട്ട വ്യക്തിയും അയാളുടെ കൂടെയുള്ള ഗുണ്ടകളെയും വല്ലാതെങ്ങും ഭയപ്പെടുത്തുകയായിരുന്നു. ഭയന്നുപോയ ആ ഗുണ്ടകൾ അവർ പിടിച്ചെടുത്ത പണം വലിച്ചെറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. അവർ 3 പേരുണ്ട്. 3 പേര് തടിമാടന്മാരാണ്.
പക്ഷെ ചെവി കടിച്ചെടുത്ത് ശവച്ച് തിന്നുന്ന ഒരാളെ നേരിടാൻ അവർക്ക് പറ്റൂല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. അവർ തറ തുളാതെ ഓടുകയായിരുന്നു. പണം തിരിച്ചു കിട്ടിയപ്പോ പിന്റോയ്ക്ക് ഒരു സന്തോഷം. പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ പോലീസ് പിന്റോ തിരക്കി വീട്ടിൽ വന്നു. ആ ഗുണ്ടയുടെ പരാതിയിൽ പോലീസ് പിന്റോ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട പിന്റോയാണ് നവാദ ജയിലിലെത്തിയത്. ഹോർലിക്സ് എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന പിന്റോ നവാദ ജയിൽ വെച്ചാണ് അശോക് മഹത്തയെ പരിചയപ്പെടുന്നത്. അശോക് മഹത്തയുമായി ഉണ്ടായ ആ പരിചയമാണ് പിന്റോയുടെ ജീവിതം ആകെ മാറ്റിമറിച്ചത്. പിന്റോ കുമാർ പിന്റോ മഹത്തയാവുന്നതും ഹോർലിക്സ് എന്ന നാമധേയം ബീഹാർ മുഴുവൻ പരക്കുന്നതും അതിന്റെ ഫലമായിട്ടാണ്. ദിയോദാറിലെ ആ കോളനിയിൽ താമസിക്കുന്ന ശാന്തിയെയും മക്കളെയും കാണാനായി ഉറപ്പായും ഹോർലിക്സ് അവിടെ ചെല്ലുമെന്ന് ഒരു തോന്നൽ അമിത്തിനുണ്ട്. ഈ ശാന്തി ദേവിയാണ് നവാദയിൽ ടിഫിനുമായി എത്തി ആ ടിഫിനകത്ത് തോക്കുവെച്ച് അശോകിനെയും അതുപോലെ ഹോർലിക്സിനെയും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത്. ശാന്തി ദേവി അതുകൊണ്ട് തന്നെ ഹോർലിക്സിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണെന്നുള്ള കാര്യം അമിത് നന്നായിട്ട് അറിയാം. അതുമല്ല, ഹോർലിക്സിന് മക്കളോടുള്ള സ്നേഹം അയാളുടെ ആ ഫോൺ കോളുകളിൽ അമിത് മനസ്സിലാക്കിയതുമാണ്. അമിത് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പിറ്റേ ദിവസം ഹോർലിക്സ് ശാന്തി ദേവിയെ വിളിച്ചു. അമിത് ആ സംഭാഷണം ശ്രദ്ധിക്കുകയാണ്. ശാന്തി ദേവി ഹോർലിക്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൂത്ത മകൻ ചിന്തു അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ശാന്തിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു. അച്ഛ എപ്പോഴാ വരിക? അച്ഛനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി. ചിന്തു അങ്ങനെ ഹോർലിക്സിനോട് പറഞ്ഞപ്പോ ഹോർലിക്സ് ചിന്തുവിനോട് പറഞ്ഞു, മോനെ ഞാൻ നാളെ വരാം. ഹോർലിക്സിന്റെ ആ മറുപടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ആ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അമിതിനെ ശരിക്കും അങ്ങ് സന്തോഷിപ്പിക്കുകയാണ്. അമിത് കഴിഞ്ഞ 45 ദിവസമായി കാത്തിരുന്ന ആ ദിവസം എത്താൻ പോവുകയാണ്. ബീഹാറിലെ ഷാർപ്പ് ഷൂട്ടർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഹോർലിക്സ് ഇതാ അയാളുടെ ഭാര്യയെ കാണാനായി ദിയോദറിൽ എത്താൻ പോവുകയാണ്. അമിത് ഉടൻ തന്നെ രഞ്ജനെ വിളിച്ചു. രഞ്ജൻ 2 ദിവസത്തിനകം ഹോർലിക്സ് ശാന്തി ദേവിയെ കാണാൻ അവളുടെ വീട്ടിൽ വരും. ഹോർലിക്സ് ശാന്തി ദേവിയെ കാണാൻ വരുന്ന കാര്യം അമിത് ലോധ എങ്ങനെയാണ് അറിഞ്ഞത്? രഞ്ജന് മനസ്സിലാകാത്ത ചോദ്യം അതാണ്. രഞ്ജന്റെ ചോദ്യം കേട്ടതും അമിത് രഞ്ജനോട് പറഞ്ഞു, ഞാൻ അവരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ടാപ്പ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് പല പോലീസുകാർക്കും അറിയില്ല എന്നതാണ് സത്യം. ജസ്റ്റ് ആ മേഖലയിലേക്കുള്ള പോലീസിന്റെ ഇടപെടലുകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രഞ്ജന് അമിത് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ശരിക്കും അതിശയം തോന്നുകയായിരുന്നു. രഞ്ജന് അതിശയം തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ രഞ്ജൻ അമിതിനോട് ചോദിച്ചു, സാർ ഈ ഹോർലിക്സ് ഷാർപ്പ് ഷൂട്ടറാണ്, അയാളെ ഞാൻ എങ്ങനെ നേരിടും? എന്റെ കയ്യിൽ തോക്കില്ല. രഞ്ജൻ, നമുക്ക് സമീപത്തുള്ള സ്റ്റേഷന്റെ സഹായം തേടാം. സാർ, ഇവിടത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എനിക്ക് പരിചയമുള്ള മനോജാണ്. ബീഹാറും ജാർഖണ്ഡും ഒരു സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് ആ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജൻ. അന്ന് രഞ്ജനോടൊപ്പം വർക്ക് ചെയ്തിരുന്ന മനോജാണ് ഇപ്പോ ഈ സത്സംഗ് നഗർ കോളനി ഇരിക്കുന്ന ഭാഗത്തെ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. മനോജ് താൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണെന്ന് രഞ്ജൻ അമിതിനെ ബോധ്യപ്പെടുത്തിയപ്പോ അമിത് മനോജിനെ കോണ്ടാക്ട് ചെയ്യാൻ രഞ്ജനോട് പറഞ്ഞു. രഞ്ജൻ ആ നിമിഷത്ത് തന്നെ അവിടുത്തെ സ്റ്റേഷന്റെ ചുമതലക്കാരനായ SHO മനോജിനെ ബന്ധപ്പെടുകയും അവർക്ക് പോലീസിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. മനോജ് കൃത്യമായിട്ട് കാര്യം ചോദിച്ചു. മനോജിനോടായി രഞ്ജൻ പറഞ്ഞു, ഒരു ചെറിയ പിടികിട്ട പുള്ളിയുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അല്പം പിടിച്ചുപറിയൊക്കെ നടത്തുന്ന ഒരാള് ഈ ഭാഗത്തേക്ക് കടന്നു ഒരു ന്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരക്കിറങ്ങിയിരിക്കുകയാണ്. അയാളെ കണ്ടു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. പിന്നെന്താ സാർ, ഉറപ്പായിട്ടും എന്റെ സ്റ്റേഷനിലെ ആളുകളെ ഞാൻ വിട്ടുതരാം. മനോജ് സന്തോഷത്തോടുകൂടി സമ്മതിക്കുകയും ചെയ്തു. രഞ്ജൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ ഹോർലിക്സിനെ ആണെന്നുള്ള കാര്യം രഞ്ജൻ മനഃപൂർവ്വം മനോജോട് പറഞ്ഞില്ല. ഹോർലിക്സ് ആണ് അവരുടെ ടാർഗറ്റ് എന്നുള്ള കാര്യം ഒരു കാരണവശാലും ലീക്ക് ആവരുതെന്ന് അമിത് ലോധ രഞ്ജനോടും ടീമിനോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രഞ്ജൻ ആ വിവരം രഹസ്യമാക്കി വെച്ചത്. അന്നേക്ക് 2ാം ദിവസം രാത്രി തലയണക്കടിയിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയ അമിത് ഫോൺ എടുത്തപ്പോ അതിൽ ശാന്തി ദേവി കോളിംഗ് എഴുതി കാണിക്കുകയാണ്. അമിത് ആ ഫോണിന്റെ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്തു. പാരലൽ ഫോണാണ്. ശാന്തി ദേവി ഒരാളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, നല്ല ഉറക്കത്തിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, നല്ല ഉറക്കത്തിലാണെന്ന് ശാന്തി ദേവി പറഞ്ഞത് സാക്ഷാൽ ഹോർലിക്സിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ അമിതിന് അധികം സമയം വേണ്ടി വന്നില്ല. അമിത് ആ നിമിഷത്ത് തന്നെ രഞ്ജനെ വിളിച്ച് കാര്യം പറഞ്ഞു. ബീഹാറിലെ ഗവൺമെന്റ് സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിടികൂടാനായി ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കൊടും കുറ്റവാളി ഹോർലിക്സ് എന്ന പിന്റോ മഹത്തോ ഇപ്പോ ആ ദിയോദാറിലെ അയാളുടെ ഭാര്യയുടെ അടുത്ത് കിടന്നു ഉറങ്ങുകയാണെന്നുള്ള വിവരം രഞ്ജനെ അമിത് അറിയിച്ചു. രഞ്ജൻ ആ നിമിഷത്തിനെ വിവരം ഹവിദാർ ശിവനാരായണനെയും രാജുവിനെയും കൃഷ്ണയെ അറിയിച്ചു. ആ 4 ടീം ശരിക്കും ത്രില്ലിലാണ്.
അവർ കാത്തിരുന്ന ആ നിമിഷം എത്താൻ പോവുകയാണ്. നേരം വെളുത്തു തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ ട്യൂഷൻ ഹോമുകൾ ആ മേഖലകളിലുണ്ട്. ട്യൂഷൻ ഹോമിലേക്ക് പോകുന്ന കുട്ടികൾ വീടുകളിൽ നിന്ന് ട്യൂഷൻ ഹോമിലേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ട്. രഞ്ജന് പിടികൂടേണ്ടത് കുപ്രസിദ്ധ കുറ്റവാളിയായ ഹോർലിക്സിനെയാണ്. രഞ്ജനൊപ്പമുള്ളത് രാജുവും കൃഷ്ണയും പിന്നെ ഹവിൽദാറുമാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. രാജുവും കൃഷ്ണയും സാധാരണ മനുഷ്യരാണ്. അവർക്ക് ഒരു കുറ്റവാളിയെ പിടികൂടാനുള്ള റൈറ്റ് ഇല്ല. രഞ്ജനാണെങ്കിൽ സസ്പെൻഷനിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. അയാൾക്കും സ്വാഭാവികമായിട്ടും കുറ്റവാളിയെ പിടികൂടാനുള്ള റൈറ്റ് ഇല്ല. കുറ്റവാളിയെ പിടികൂടാനുള്ള റൈറ്റ് ഉള്ളത് ഹവിൽദാർ ശിവനാരായണന് മാത്രമാണ്. ശിവനാരായണൻ മാത്രമായിട്ട് ഹോർലിക്സിനെ പിടികൂടാൻ ചെന്നാൽ അത് ശരിയാകില്ല എന്നുള്ള കാര്യം രഞ്ജൻ അറിയാം. രഞ്ജൻ ഉടൻ തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും അയാളുടെ സുഹൃത്തുമായ മനോജിനെ വിളിച്ചു. 2 പോലീസുകാരെ SHO മനോജ് ഉടൻ തന്നെ രഞ്ജനും കൂട്ടരും താമസിക്കുന്ന സിരി ഹോട്ടലിലേക്ക് ആ നിമിഷത്തിന് അയച്ചു. SHO മനോജ് ഇതുപോലുള്ള ഒരുപാട് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസിനെ അയക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അയച്ച ആ പോലീസുകാർ CD ഹോട്ടലിൽ എത്തുമ്പോഴേക്കും രാജുവും കൃഷ്ണയും ശിവനാരായണനും രഞ്ജനും റെഡിയായി കഴിഞ്ഞു. ഇപ്പോ ഒരു 6 പേരുടെ ഒരു ടീമാണ്. നേരം വെളുത്തു കഴിഞ്ഞു. രഞ്ജനും ടീമും റെഡിയായി നിൽക്കുന്ന ആ ഹോട്ടൽ ഹോർലിക്സ് ഉണ്ടെന്ന് അവർ കരുതുന്ന വീടിന് വളരെ അടുത്ത് തന്നെയാണ്. ശാന്തിദേവി താമസിക്കുന്ന വീട് ഒരു 2 നില വീടാണ്. 2ാമത്തെ നിലയിൽ ജനാലകളുണ്ട്. ആ ജനാലകൾക്ക് ഗ്രില്ലുണ്ട്. പക്ഷെ ആ വീടിന് ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ഹോർലിക്സ് ശ്രമിച്ചാൽ അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കും. ആ കാര്യം ഉറപ്പാണ്. അത്രയും പൊക്കമുണ്ട് ആ 2ാമത്തെ നിലയിലെ ബാൽക്കണിക്ക്. രഞ്ജൻ ഒരു പോലീസുകാരനെ ആ ബാൽക്കണിയുടെ തൊട്ടു താഴെ കാവൽ നിർത്തി. ബാൽക്കണി വഴി ഹോർലിക്സ് താഴേക്ക് ചാടിയാൽ പിടികൂടാൻ വേണ്ടിയാണ് ആ പോലീസുകാരനെ അവിടെ നിർത്തിയത്. 2ാമത്തെ പോലീസുകാരനെ ആ 2ാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ താഴെ നിർത്തി. രാജുവും കൃഷ്ണയും അവരുടെ ബൊലോറയിൽ ആ വീട്ടിൽ നിന്ന് കുറച്ചു മാറി കോളനിക്ക് പുറത്തേക്ക് പോകാനായി റെഡിയായി നിൽക്കുകയാണ്. രഞ്ജനും ഹവിൽദാർ ശിവനാരായണൻ കൂടി 2ാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കയറി തുടങ്ങി. ശബ്ദമുണ്ടാക്കാതെ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി വാതിൽ തട്ടി വിളിക്കണം. ഇതാണ് രഞ്ജന്റെ ടാർഗറ്റ്. രഞ്ജന് ഒരു പ്രതീക്ഷയുണ്ട്. രാവിലെ ആ വാതിൽ തട്ടി വിളിക്കുമ്പോൾ വേറെ സംശയമൊന്നും തോന്നാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ശാന്തിദേവി വാതിൽ തുറക്കും. രഞ്ജനും ഹവിൽദാർ ശിവനാരായണൻ കൂടി നടന്ന് ആ വാതിലിനടുത്തെത്തി. ആ വാതിലിലേക്ക് തട്ടാൻ പോയപ്പോൾ രഞ്ജൻ ഒരു സംശയം. രഞ്ജൻ ആ വാതിൽ പതുക്കൊന്ന് തള്ളി. രഞ്ജനെ അമ്പരപ്പിച്ചുകൊണ്ട് വാതിൽ പതുക്കെ അകത്തേക്ക് തുറന്നു. ശാന്തിദേവിയുടെ കുട്ടികൾ ട്യൂഷൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ വാതിൽ ചാരിട്ട് ഇറങ്ങിയതാണ്. ശബ്ദമുണ്ടാക്കാതെ രഞ്ജനും ശിവനാരായണനും വീടിനകത്തേക്ക് കടന്നു. വീടിനകത്തേക്ക് കടന്ന രഞ്ജന്റെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത് ബാത്റൂമിൽ നിന്നുള്ള ശബ്ദമാണ്. ബാത്റൂമിൽ ആരോ കുളിക്കുന്നുണ്ട്. കുളിക്കുന്ന ആള് ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. കുളിക്കുന്നത് ശാന്തിദേവിയാണ്. ശബ്ദമുണ്ടാക്കാതെ ബാത്റൂമിനടുത്തെത്തി രഞ്ജൻ ആ ബാത്റൂമിന്റെ കുറ്റി പുറത്തുനിന്ന് പതക്കം കിട്ടു. അകത്ത് പാട്ടുപാടി കുളിക്കുന്ന ശാന്തിദേവി ആ വാതിൽ കുറ്റിയിട്ടത് അറിഞ്ഞിട്ടേയില്ല. രഞ്ജനും ശിവനാരായണൻ കൂടി സാവധാനം അടുത്ത മുറിയിലേക്ക് കടന്നു. ശബ്ദമുണ്ടാക്കാതെ അടുത്ത മുറിയിലേക്ക് കടന്ന രഞ്ജനും ശിവനാരായണനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ കാഴ്ച കാണുകയാണ്. ബീഹാറിനെ ഒന്നടങ്കം വിറപ്പിച്ച ആ നൊട്ടോറിയസ് ക്രിമിനൽ പിന്റോ മഹത്തോ എന്ന ഹോർലിക്സ് ആ കട്ടിലിൽ അങ്ങനെ മലർന്നു കിടക്കുകയാണ്. പോത്തുപോലെ അയാൾ കിടന്ന് ഉറങ്ങുകയാണ്. ശരിക്കും ലേറ്റായിട്ട് ആ വീട്ടിലെത്തിയ അയാൾ നല്ല ഉറക്കത്തിലാണെന്ന് അർത്ഥം. ആ കാഴ്ച കണ്ട രഞ്ജൻ ഹോർലിക്സിന്റെ അടുത്തേക്ക് വന്നു. ശബ്ദമുണ്ടാക്കാതെ ഹോർലിക്സിന്റെ അടുത്തെത്തിയ രഞ്ജൻ ഇടത് കൈകൊണ്ട് ഹോർലിക്സിന് വാ പൊത്തി പിടിച്ചിട്ട് വലത് കൈകൊണ്ട് ഹോർലിക്സിനെ ഒന്ന് കുലുക്കി. ഹോർലിക്സിന്റെ ഷോൾഡർ പിടിച്ച് രഞ്ജൻ ഒന്ന് കുലുക്കിയതും ഹോർലിക്സ് കണ്ണു തുറന്നു. സ്റ്റേഷനിലെ ഹൗസ് ഓഫീസറായത് രഞ്ജനെ അയാൾക്ക് ശരിക്കും അറിയാം. പെട്ടെന്ന് രഞ്ജനെ തൊട്ടു മുന്നിൽ കണ്ട ഹോർലിക്സ് ഒന്ന് ഞെട്ടി. കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഹോർലിക്സ് രഞ്ജനെ നോക്കുമ്പോൾ ഹോർലിക്സ് കാണുന്നത് ഹോർലിക്സിന്റെ കൈ കൂട്ടിക്കെട്ടാനായി രഞ്ജൻ ശ്രമിക്കുന്നതാണ്. ഹോർലിക്സിന്റെ കൈ കൂട്ടിക്കെട്ടാനായി രഞ്ജൻ വലിച്ചെടുത്തത് ശാന്തിദേവിയുടെ സാരിയാണ്. സാരി വലിച്ചെടുത്ത് തന്റെ കയ്യിലേക്ക് കെട്ടാൻ ശ്രമിക്കുന്ന രഞ്ജനെ പെട്ടെന്ന് ഹോർലിക്സ് ഒരു ഒറ്റ ഇടി. കട്ടിലേക്ക് കിടക്കുന്ന ഹോർലിക്സ് വലത് കൈ കൊണ്ട് അതിശക്തമായിട്ടാണ് രഞ്ജനെ ഇടിച്ചത്. ഇടിയേറ്റ് 1-2 സ്റ്റെപ്പ് പുറകോട്ട് രഞ്ജൻ മാറുന്ന ആ നിമിഷത്തിൽ ഹോർലിക്സ് ചാടി എണീറ്റിരുന്നു. കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ ഹോർലിക്സ് അയാളുടെ ഗണ്ണ് അവിടേക്ക് നോക്കുകയാണ്. സാധാരണഗതിയിൽ അയാൾ തലയുടെ അടിയിലാണ് ഗണ്ണ് വെക്കുന്നത്. ഗണ്ണ് കണ്ടുപിടിക്കാനായി അയാൾ തിരിഞ്ഞ ആ നിമിഷത്തിൽ അയാളുടെ തലയിൽ ഒരു അടി വീണു. അയാളുടെ തലയിൽ തോക്കുകൊണ്ട് ആഞ്ഞടിച്ചത് ഹവിൽദാർ ശിവനാരായണൻ. ശരിക്കും അപ്രതീക്ഷിതമായി തലയിൽ അടി വീണപ്പോ ഹോർലിക്സിന്റെ കാലൊന്ന് ഇടറി. ആ നിമിഷത്തിൽ രഞ്ജൻ ഹോർലിക്സിന് മുകളിൽ ചാടി വീണു. രഞ്ജനും ശിവനാരായണൻ കൂടി ശാന്തിദേവിയുടെ സാരി ഉപയോഗിച്ച്
ഹോർലിക്സിന്റെ കൈ പുറകിൽ വെച്ച് കെട്ടി. അവർ ഹോർലിക്സിന്റെ കൈ ആ സാരി കൊണ്ട് കെട്ടുമ്പോൾ ഹോർലിക്സ് ശബ്ദമുണ്ടാക്കുകയാണ്. ശബ്ദമുണ്ടാക്കുന്ന ഹോർലിക്സിന്റെ വായിലേക്ക് അവിടെ കിടന്ന തുണിയെടുത്ത് അവർ കുത്തിക്കയറ്റി. ശാന്തി ദേവിയുടെ ബ്ലൗസ് ആണ് ഇപ്പോ ഹോർലിക്സിന് വായിക്കകത്തിരിക്കുന്നത്. ഈ നിമിഷത്തിൽ ബെഡ്റൂമിലെ ശബ്ദം കുളിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തി ദേവി കേട്ടിട്ടുണ്ട്. അവൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. അവൾ വാതിൽ ആഞ്ഞടിക്കുന്നുണ്ട്. വീടിനകത്ത് എന്തോ സംഭവിക്കുകയാണെന്ന് ശാന്തി ദേവിക്ക് മനസ്സിലാവുന്നുണ്ട്. ശാന്തി ദേവി വാതിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം ഇവിടെ ശിവനാരായണനും രഞ്ജനും കേൾക്കാം. അവർ ശബ്ദമുണ്ടാക്കാതെ ഹോർലിക്സിനെ പൊക്കി താഴെ എത്തി. അതിവേഗതയിൽ അവരും താഴെ കാത്തു നിൽക്കുന്ന പോലീസുകാരുമായി ബൊലോറയ്ക്കെതിരെ ഓടിയെടുത്തു. അടുത്ത ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവർ ഹോർലിക്സിനെ ബൊലോറയ്ക്കകത്ത് കയറ്റി. ബൊലോറ അതിവേഗം പായുകയാണ്. ബൊലോറ ആ കോളനിയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞ ആ നിമിഷത്തിൽ രഞ്ജൻ അമിത്തിനെ വിളിച്ചു. സാർ, അവനെ പിടിച്ചു. എത്രയോ ദിവസങ്ങളായി കാത്തിരുന്ന വാർത്തയാണ് ഇതാ അമിത്തിനെ തേടി വരുന്നത്. സന്തോഷം കൊണ്ട് മതിമറന്നു പോയെങ്കിലും അമിത് രഞ്ജനോട് പറഞ്ഞു, രഞ്ജൻ, ഒരു കാരണവശാലും വാർത്ത ലീക്കാവരുത്. എത്രയും പെട്ടെന്ന് ജാർഖണ്ഡ് അതിർത്തി കടന്ന് ബീഹാറിലേക്ക് കടക്കണം. ജാർഖണ്ഡിനകത്ത് വെച്ചാണ് ഹോർലിക്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹോർലിക്സിനെ ബീഹാറിന്റെ അതിർത്തിക്കുള്ളിലേക്ക് എത്തിക്കുന്നതുവരെ ഒരു റിസ്ക് ഉണ്ടെന്ന് അമിതിന് അറിയാം. അമിത് മനസ്സുകൊണ്ടൊന്ന് കണക്കൂട്ടി നോക്കുകയാണ്. ദിയോദറിൽ നിന്ന് ബീഹാർ അതിർത്തി വരെയുള്ള ദൂരമാണ് അദ്ദേഹം കണക്കൂട്ടുന്നത്. ആ സമയത്ത് ശാന്തി ദേവി അവളുടെ ആ ബാത്റൂമിൽ ആഞ്ഞടിക്കുകയാണ്. മുകളിലത്തെ നിലയിലെ ബാത്റൂമിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം താഴെയുള്ള ഹൗസ് ഓണറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹൗസ് ഓണർ ഉടൻ തന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു. ബാത്റൂമിനകത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ഹൗസ് ഓണർ ഓടി വന്ന് ആ ബാത്റൂമിന്റെ ഡോറ് തുറന്നു. ഡോറ് തുറന്നതും ശാന്തി ദേവി ഓടി അവളുടെ ബെഡ്റൂമിൽ വന്നു. അവിടെ അവളുടെ ഹസ്ബൻഡ് ഇല്ല. പക്ഷെ ആ ഹൗസ് ഓണർ ചില കാര്യങ്ങൾ നേരത്തെ കണ്ടിരുന്നു. മുകളിലെ ശബ്ദം കേട്ട് അയാൾ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോ 4-5 പേർ ആ പടിക്കെട്ടിറങ്ങി പുറത്തേക്ക് പോകുന്നത് അയാൾ കണ്ടു. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ കൈ കെട്ടിയിരിക്കുന്നതും അയാൾ കണ്ടതാണ്. അയാൾ കണ്ട കാര്യം ശാന്തി ദേവിയോട് പറഞ്ഞു. ശാന്തി ദേവി ഉടൻ തന്നെ അവളുടെ ഫോണിലെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. അമിത് ലോധ ഹോർലിക്സിനെ അറസ്റ്റ് ചെയ്തതിൽ ശരിക്കും സന്തോഷിച്ചിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് അയാളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത്. അയാളുടെ ഒഫീഷ്യൽ ഫോണാണ്. അയാളുടെ ഒഫീഷ്യൽ ഫോണിൽ എഴുതി കാണിക്കുകയാണ് ശാന്തി ദേവി കോളിംഗ്. ഹേ, ഇവളെന്തിനാ തന്നെ വിളിക്കുന്നത്? അമിത് ആ ചിന്തയോടു കൂടിയാണ് ഫോൺ എടുക്കുന്നത്. ഹലോ ഹലോ, ഷെയ്ഖ്പൂരിലെ SP അമിത് സാർ അല്ലേ? അതെ സാർ, എന്റെ ഭർത്താവ് പ്രസിദ്ധനായ ക്രിമിനലാണ്. അദ്ദേഹത്തെ ആരോ പിടിച്ചുകൊണ്ടുപോയി. ശാന്തി ദേവി പറഞ്ഞ ആ വാക്ക് ശരിക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് അമിതിന് തോന്നുകയാണ്. പ്രസിദ്ധനായ ക്രിമിനൽ, അതാണ് ശാന്തി ദേവി ഉപയോഗിച്ച വാചകം. കുപ്രസിദ്ധനായ എന്നാണ് സാധാരണ പറയുക. പക്ഷെ അവൾ പറഞ്ഞത് പ്രസിദ്ധനായ എന്നാണ്. അമിത് ശാന്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെയോ ആരാ പിടിച്ചോണ്ടുപോയ? സാർ, ആരാന്ന് അറിയത്തില്ല സാർ. സാർ, ഒന്ന് രക്ഷിക്കണം സാർ. നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. എന്താ നിങ്ങളുടെ പേര്? സാർ, എന്റെ പേര് ശാന്തി ദേവി എന്നാണ്. ശാന്തി ദേവിയാണ് അവളുടെ പേരെന്ന് അറിയാമെങ്കിലും അമിത് വെറുതെ ഒന്ന് ചോദിച്ചതാണ്. അവൾക്കൊരു സംശയവും തോന്നരുതല്ലോ. ശാന്തി ദേവിയുടെ കയ്യിൽ വരെ തന്നെ നമ്പർ ഉണ്ട്. ആ ഒരു ചിന്തയാണ് ഫോൺ കട്ടായപ്പോ അമിത്തിന്റെ മനസ്സിൽ വന്നത്. അമിത് അങ്ങനെ ആലോചിക്കുന്ന ആ നിമിഷത്തിൽ ശാന്തി ദേവി അടുത്ത കോള് വിളിച്ചിരുന്നു. അവൾ ഇപ്പൊ വിളിച്ചത് ദിയോധാറിലെ SP അമൃത് കൗറിനെയാണ്. മാഡം, എന്റെ ഭർത്താവിനെ ചില ആളുകൾ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. രാത്രി ഒത്തിരി താമസിച്ചാണ് തലേദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് അമൃത് കൗർ ഉറങ്ങാൻ കിടന്നത്. എന്നിട്ടും ശാന്തി ദേവി അവളുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ അമൃത് കൗർ ഉടൻ തന്നെ SHO മനോജിനെ വിളിച്ചു. മനോജ്, ഒരു ഹോർലിക്സ് എന്ന പേരുള്ള ഒരാളെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലെ സത്സംഗ് നഗർ കോളനിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. മനോജ്, അയാളെ തട്ടിക്കൊണ്ടുപോയവരെ തടഞ്ഞ് അയാളെ എത്ര പെട്ടെന്ന് പിടികൂടണം. മനോജിനോട് SP അമൃത് കൗർ പറഞ്ഞ കാര്യം കേട്ടപ്പോ മനോജ് ശരിക്കും ഒന്ന് നടുക്കിയെന്ന് പറയാം. സത്സംഗ് നഗർ കോളനിയിൽ നിന്ന് ഒരു പിടിച്ചുപറിക്കാരനെ പിടിച്ചുകൊണ്ടു പോകാനായി ബീഹാറിൽ നിന്ന് പോലീസ് വന്ന കാര്യം മനോജിന് അറിയാം. മനോജ് ആണല്ലോ സപ്പോർട്ട് കൊടുത്തത്. മനോജ് അമ്പരപ്പോടെ SP പറഞ്ഞു, മാഡം, ഞാനാണ് അവരെ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ പോലീസുകാരാണ് അവരെ അസിസ്റ്റ് ചെയ്തത്. ബീഹാറിൽ നിന്ന് പിടിച്ചുപറി കേസൊക്കെ ഉള്ള ആളാണ്. മനോജ്, താൻ എന്താണോ പറയുന്നത്? ആരെയാണ് അവർ അറസ്റ്റ് ചെയ്തെന്ന് അറിയാവോ? അവർ അറസ്റ്റ് ചെയ്തിട്ട് പോയത് സാക്ഷാൽ ഹോർലിക്സിനെയാണ്. പിന്റോ മഹത്തോ എന്ന ആ കൊടും ക്രിമിനലിനെ, നമ്മുടെ അധികാര പരിധിയിൽ നിന്ന് അതുപോലുള്ള ഒരു ക്രിമിനലിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർ അറസ്റ്റ് ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് അവർക്കല്ലേ കിട്ടത്തുള്ളൂ. നമ്മളെ കുറിച്ച് ആളുകളും പോലീസിലും മറ്റുള്ളവരും എന്താ ധരിക്കുക? SP അമൃത് കൗർ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് സംഭവത്തിന്റെ സീരിയസ്നെസ് SHO മനോജിന് മനസ്സിലാകുന്നത്. ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ദിയോദർ ജില്ലയ്ക്കകത്തുള്ള ആ സത്സനഗർ കോളനിയിലെ SHO ആയ മനോജിന് അയാൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയത് ആ നിമിഷത്തിലാണ്. അയാൾ ഉടൻ രഞ്ജനെ വിളിച്ചു. രഞ്ജൻ, സംഭവം സീരിയസ് ആയിരിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. മനോജ് എന്താ പറയുന്നത്?
എന്റെ എസ് പി എന്നോട് വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ പിടികൂടിയ ആളെ എസ് പിക്ക് മുന്നിൽ ഹാജരാക്കാനാണ്. ഹേയ് മനോജ്, ഞങ്ങള് അതിർത്തിയിൽ എത്താറായി. നോക്ക് രഞ്ജൻ, നിങ്ങൾക്ക് അതിർത്തി കടക്കാനാവില്ല. അതിർത്തി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ജാർഖണ്ഡ് വിട്ട് ഒരു കാരണവശാലും പുറത്തു പോകാനാവില്ല. സകല അതിർത്തികളും ബ്ലോക്ക്ഡ് ആണ്. എസ് പി അമൃത് കൗർ രണ്ടും കൽപ്പിച്ചാണ്. അവരുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് ഒരു പിടികിട്ട പുള്ളിയെ അങ്ങനെ ബീഹാർ പോലീസ് കൊണ്ടുപോകണ്ട എന്ന് എസ് പി അമൃത് കൗർ അങ്ങ് തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും അവർ ആദ്യം നടത്തിയ നടപടി സകല അതിരുകളും ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. രഞ്ജൻ ആ നിമിഷത്തിനെ അമിതിനെ വിളിച്ച് കാര്യം പറഞ്ഞു. രഞ്ജൻ പറഞ്ഞ കാര്യം കേട്ടതും അമിത് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അമിത് ഉടൻ അമിത് കൗറിനെ വിളിച്ചു. മാഡം, ഞാൻ ഷെയ്ഖ്പുരയിലെ എസ് പി അമിത് ലോധിയാണ്. ഞങ്ങളുടെ ഈ മേഖലയിൽ ഒരുപാട് ക്രൈം ചെയ്ത ഒരാളെ ഞങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അതിന് നിങ്ങളുടെ മേഖലയിൽ SHO മനോജിന്റെ സപ്പോർട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. മാഡം, അയാളെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. നോക്കൂ അമിത്, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അയാളെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. രേഖപ്പെടുത്തിയതിനു ശേഷം അയാളെ നിങ്ങളുടെ ആളുകൾക്കൊപ്പം ഞങ്ങൾ വിട്ടുകൊടുക്കാം. അമൃത് കൗർ വളരെ ഭംഗിയായിട്ട് തന്നെ ആ കാര്യം പറഞ്ഞപ്പോൾ അമിതിന് പിന്നെ ഒന്നും പറയാനില്ല. പക്ഷേ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമിത് ശരിക്കും ഞെട്ടുകയാണ്. ടിവിയിൽ ഫ്ലാഷ് ന്യൂസ്. കൊടും കുറ്റവാളിയായ ഷാർപ്പ് ഷൂട്ടറായ പിന്റോ മഹത്തോ എന്ന ഹോർലിക്സ് ദിയോദറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദിയോദറിലെ എസ് പി അമിത് കൗറും അവരുടെ ടീമും ചേർന്നാണ് കൊടും കുറ്റവാളിയായ ഹോർലിക്സിനെ അറസ്റ്റ് ചെയ്തത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ് ജാർഖണ്ഡിലെ TV ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ജാർഖണ്ഡും ബീഹാറും ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ആ നിമിഷത്തന്നെ വിവരം ബീഹാറിലെ പല മേഖലയിലും അറിഞ്ഞു. ശരിക്കും ബീഹാറുകാരെയും അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. അശോക് മെഹ്തോ ഗ്രൂപ്പും അക്ഷയ് സിംഗിന്റെ ഗ്രൂപ്പും തമ്മിൽ 2000 മുതൽ 2006 വരെ രണ്ട് ഭാഗത്തായി നിന്നുകൊണ്ട് നടത്തിയ കൊലപാതകങ്ങളുടെ പരമ്പര ബീഹാറിനെ ശരിക്കും ഞെട്ടിച്ചതാണ്. 200-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അക്ഷയ് സിംഗിന്റെ ഭാര്യ MLA ആയിരുന്നു, അവർ കൊല്ലപ്പെട്ടു. അക്ഷയ് സിംഗിന്റെ അച്ഛൻ MP ആയിരുന്നു. അദ്ദേഹം MP പദം വിട്ട നിമിഷത്തിലാണ് അശോക് മെഹ്തയും ടീമും അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. കൊല്ലപ്പെട്ട MP MLA ഒക്കെ ഭൂമിഹാർ വിഭാഗത്തിലെ ആളുകളാണ്. ഈ അശോക് മെഹ്തയും ടീമും കുർമി വംശജരുമാണ്. കുർമി വംശജർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഭൂമിഹാറുകൾ OBCയുമാണ്. മറ്റൊരു OBC വിഭാഗം യാദവാണ്. യാദവ് വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ലാലു പ്രസാദ് യാദവും അയാളുടെ ഭാര്യ റാബ്രി ദേവിയൊക്കെ. കുർമി വിഭാഗത്തെയും ഭൂമിഹാറിനെയും തമ്മിൽ അടുപ്പിച്ച് സ്വാധീനം ഉറപ്പിക്കാൻ ലാലു പ്രസാദ് യാദവ് ശ്രമിച്ചതും ഈ കാലഘട്ടത്തിലാണ്. ഇതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് നിതീഷ് കുമാർ കുർമി വിഭാഗത്തിന്റെ നേതാവായി അവതരിക്കുന്നതും മുഖ്യമന്ത്രിയാകുന്നതും. കുർമി വിഭാഗത്തിന്റെ നേതാവായ നിതീഷ് കുമാറുമായി അശോക് മെഹ്തയ്ക്കും ടീമിനും ശരിക്കും അടുപ്പമുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസും ഭരണ വിഭാഗങ്ങളും പൊളിറ്റിക്കൽ പാർട്ടികളും രണ്ട് ഭാഗത്തായി അണിനിരന്ന കൂട്ടക്കൊലകളാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടേയിരുന്നത്. ആ കൂട്ടക്കൊലകളിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വം പിന്റോ മഹത്തോയാണ്. ശരിക്കും ഒരു ഷാർപ്പ് ഷൂട്ടറായി മാറിക്കഴിഞ്ഞ പിന്റോ മഹത്തോ അശോകിന്റെ വലങ്കൈയാണ്. ആ പിന്റോ മഹത്തയാണ് ഇതാ ജാർഖണ്ഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 45 ദിവസത്തെ അമിത് ലോധയുടെ ഉറക്കം കിടത്തിയ ആ ഭീകരനെ രഹസ്യമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അമിത് ആഗ്രഹിച്ചപ്പോ ഇതാ ഒരു നിമിഷം കൊണ്ട് അമൃത് കൗർ അത് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അമിത് ഉടൻ തന്നെ അമൃത് കൗറിനെ വിളിച്ചു. തുടർച്ചയായി 4 തവണ അമിത് വിളിച്ചിട്ടും അമൃത് കൗർ ഫോൺ എടുത്തില്ല. അമൃത് കൗർ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണെന്ന് മനസ്സിലാക്കിയ അമിത് മറ്റൊരു ഫോണിൽ നിന്ന് SP-യുടെ ഓഫീസിലെ ടെലിഫോൺ ഓപ്പറേറ്റർ വിളിച്ചു. അയാൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു എന്നാണ് ഓഫീസിൽ പറഞ്ഞത്. അമൃത് കൗറുമായിട്ട് ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിന് താല്പര്യമുണ്ടെന്ന് ടെലിഫോൺ ഓപ്പറേറ്ററോട് പറഞ്ഞതും ടെലിഫോൺ ഓപ്പറേറ്റർ ആ നിമിഷത്തിന് ഫോണ് അമൃത് കൗറിന് ഹാൻഡ് ഓവർ ചെയ്തു. അമൃത് കൗർ ഫോൺ എടുത്തതും SP അമിത് അമൃത്തിനോട് പറഞ്ഞു, മാഡം അമൃത് കൗർ, ഞാൻ അമിതാണ്. നിങ്ങൾ ചെയ്തത് ശരിക്കും മോശമായി പോയി. നിങ്ങൾ എനിക്ക് നൽകിയ വാക്ക് പൂർണ്ണമായി ലംഘിച്ചിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയുമോ, ഈ ബീഹാറിൽ ഒരുപാട് കൂട്ടക്കൊലകൾ നടന്നു. ആ കൂട്ടക്കൊലകൾക്കൊക്കെ കാരണക്കാരനായ അശോക് മെഹ്തയുടെ വലം കൈയായിരുന്നു ഈ പിന്റോ മഹത്തോ. അയാളെ പിടികൂടുന്നത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചത് അശോക് മെഹ്തയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളത് പൊളിച്ചടുക്കി. സോറി അമിത്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാനിത് ചെയ്തത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പോലീസിന് മേൽ ഒരുപാട് പഴികൾ കേൾക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചാൻസ് ഞാൻ കിട്ടിയത്. ഞങ്ങൾ പോലീസല്ലേ, ഞങ്ങൾക്ക് ഒരു പേരൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകില്ല അമിത്. അമിതിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നാണ് എന്റെ വിശ്വാസം. അമൃത് കൗർ അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അവരും അവരുടെ കൂടെയുള്ള പോലീസ് സംഘവും ഒരുപാട് പഴി കേൾക്കുകയായിരുന്നു. കുറ്റവാളികളെ പിടികൂടാൻ
പോലീസിന് ഒരു താല്പര്യമില്ലെന്ന് പത്രങ്ങൾ ആക്ഷേപിക്കുന്ന സമയത്താണ് അവർക്ക് ഹോർലിക്സിനെ കൈ കിട്ടുന്നത്. ഹോർലിക്സിനെ പോലുള്ള ഒരു സൂപ്പർ പുള്ളിയെ കിട്ടുമ്പോൾ അയാളെ പിടികൂടിയതിന്റെ ക്രെഡിറ്റ് ഉറപ്പായും അമിത് കൗറിന് കിട്ടുമല്ലോ. ആ ക്രെഡിറ്റ് കുറെ നാൾ അവർക്കൊരു താരപദവി നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് അമിത് കൗർ കിട്ടിയ അവസരം വിനിയോഗിച്ചത്. അവർ പറയുന്ന ന്യായങ്ങൾ കേൾക്കുമ്പോൾ അമിത്തിന് കാലിലെ പെരുവിരൽ മുതൽ ഇങ്ങനെ ഒരു തരിപ്പ് കയറി വരികയാണ്. ശരിക്കും ദേഷ്യം വരികയാണ്. അയാൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ഉറങ്ങാതെ ഈ 45 ദിവസവും കാത്തിരുന്നത് ആ ഹോർലിക്സിനെ പിടിക്കാൻ വേണ്ടിയാണ്. അയാളുടെ ആ അധ്വാനത്തെയാണ് നിമിഷ നേരം കൊണ്ട് അവർ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്ന് വൈകുന്നേരമായപ്പോ ഹോർലിക്സിനെയും കൊണ്ട് രഞ്ജനും ടീമും ഷേഖ്പുരയിലെത്തി. ഹോർലിക്സിനെയും കൊണ്ട് രഞ്ജനും ടീമും ഷേഖ്പുര ബൗണ്ടറിക്കകത്തേക്ക് കടന്നതും SP അമിത് ലോധയുടെ ബോഡി ഗാർഡ് അജിത്തും 2 പോലീസുകാരും അവരെ കാത്തു നിൽക്കുകയാണ്. അവരെ കണ്ടതും രാജുവും കൃഷ്ണയും ആ ജീപ്പിൽ നിറങ്ങി, കൂടെ രഞ്ജനും. ഇനി ഹോർലിക്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അജിത്തും ആ പോലീസുകാരുമാണ്. സസ്പെൻഷനിലായിരിക്കുന്ന രഞ്ജൻ ഹോർലിക്സിനെ അറസ്റ്റ് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും പരസ്യമാകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെയാണ് അശോക് മെഹ്തയുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന രാജുവും കൃഷ്ണയും ചേർന്നാണ് ഹോർലിക്സിനെ പിടികൂടി എന്നുള്ള കാര്യവും പുറത്തറിയാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അവരവിടെ ഇറക്കിയത്. അല്പസമയം കഴിഞ്ഞതും അജിത്തും ഹോർലിക്സും ബാക്കി പോലീസുകാരുമായി ആ വാഹനം SP അമിത് ലോധയുടെ ഓഫീസിന് മുന്നിലെത്തി. ഈ സമയത്ത് വിവരമറിഞ്ഞ് പത്രക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. പത്രക്കാരെല്ലാവരും അക്ഷമരായി കാത്തിരിക്കുമ്പോൾ ഹോർലിക്സിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി. ശരിക്കും പത്രക്കാർക്ക് ഭയങ്കര കൗതുകം. പത്രക്കാർ മാത്രമല്ല, സകല TV ചാനലുകളും ഉണ്ട്. ഹോർലിക്സിനെ ബൊലോറോ ജീപ്പിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അയാളുടെ മുഖം ഒരു ടൗല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. മുഖം മറച്ചാണ് അയാളെ പുറത്തിറക്കുന്നതെന്ന് അർത്ഥം. എന്നിട്ടും പത്രക്കാരും TV ചാനലുകളും ചോദ്യങ്ങളുമായി അമിത്തിന്റെ സമീപത്തെ കൂടിയതും അമിത് അവരോട് പറഞ്ഞു, സാറാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത്. കുമാർ സാർ മറുപടി പറയും. DG കുമാറാണ് തുടർന്ന് പത്രക്കാരോട് സംസാരിച്ചത്. DG കുമാർ പത്രക്കാരോട് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞതിന് ശേഷം ബാക്കി അമിതിനോട് പറയാൻ പറഞ്ഞു. അമിത് പത്രക്കാരുടെ ചോദ്യങ്ങൾ നേരിട്ട് തുടങ്ങിയപ്പോൾ ഒരു പത്രക്കാരൻ അമിതിനോട് ചോദിച്ചു, ഹലോ സാർ, ഈ ഹോർലിക്സ് എന്ന് വിളിക്കപ്പെടുന്ന പിന്റോ മഹത്തോ ദിയോദാറിൽ ഉണ്ടെന്നുള്ള കാര്യം താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? അത് ഒരു രഹസ്യമാണ്. പെട്ടെന്ന് അമിതിന്റെ മറുപടി വന്നു, സർ, രഹസ്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചില ഇൻസൈഡേഴ്സിന്റെ ഇൻഫർമേഷൻ ഉണ്ട്. സാർ, ഇൻസൈഡേഴ്സിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അശോക് മെഹ്തയുടെ ഗ്യാങ്ങിലോ അകത്തുള്ള ആളുകൾ വിവരം നൽകുന്നു എന്നാണ്. ആ പത്രക്കാരൻ അങ്ങനെ ചോദിച്ചപ്പോ അമിത് ഒന്ന് ചിരിച്ചു. നോക്ക്, ഇത് തികച്ചും രഹസ്യമാണ്. നിങ്ങൾ ഇത് ആരോട് പറയരുത്. ഞങ്ങൾക്ക് സത്യമായിട്ടും അശോക് മെഹ്തയുടെ ഗ്യാങ്ങിനകത്തുനിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരോട് പറയരുത്. TV ക്യാമറകൾ ഓഫ് ചെയ്യിപ്പിച്ചതിന് ശേഷം അമിത് പത്രക്കാരോട് രഹസ്യം പറയുമ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. പക്ഷെ പിറ്റേന്നത്തെ പത്രങ്ങളിൽ അതായി പ്രധാന വാർത്ത. അശോക് മഹത്തോ എന്ന ഭീകര കുറ്റവാളിയുടെ ഗ്യാങ്ങിനകത്തുള്ള ആരോ ഒറ്റ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഹോർലിക്സ് എന്ന പിന്റോ മഹത്തോ പിടിക്കപ്പെട്ടത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. ആ വാർത്ത അത് അങ്ങനെ തന്നെ വരുമെന്ന് പത്രക്കാരോട് കാര്യം പറയുമ്പോഴേ അമിതിന് അറിയാം. രഹസ്യമാണെന്ന് പത്രക്കാരോട് പറഞ്ഞാൽ അവര് അത് പരസ്യമാക്കുന്ന ഉറപ്പാണ്. പത്രങ്ങളോട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അമിത് പറഞ്ഞ ഒരു കാര്യം കൂടി പത്രത്തിൽ വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2006 ഓഗസ്റ്റ് 15 മുമ്പായി അശോക് മെഹ്തയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഷേഖ്പുര പോലീസ് സൂപ്രണ്ട് അമിത് ലോധ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. ശരിക്കും ഒരു കിടിലം വാർത്തയാണ്. അശോക് മെഹ്തയ്ക്ക് ഇനി അധികം നാളുകളില്ല. അതാണ് ആ വാർത്തയുടെ സാരാംശം. ഈ വാർത്ത സ്വാഭാവികമായിട്ടും അശോക് മെഹ്തയുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് അമിതിന് അറിയാം. ആ വാർത്ത അശോകിനെ എന്തായാലും ഒന്ന് കുഴയ്ക്കും. ആ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്ന അന്ന് തന്നെ ഹോർലിക്സിനെ അമിത് ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഹോർലിക്സ് അമിതിനോട് പറഞ്ഞു, സാർ, ഒരു കാരണവശാലും ഞാൻ അശോക് ഭയ്യെ ഒറ്റുതരില്ല. അശോക് ഭയ്യെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. അങ്ങ് എന്നെ കൊന്നാലും ഞാൻ പറയില്ല. വളരെ ശാന്തമായി ബഹുമാനത്തോടു കൂടിയാണ് ഹോർലിക്സ് ആ കാര്യം പറഞ്ഞത്. ഹോർലിക്സിനെ മർദ്ദിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഒന്നും നേടാൻ കഴിയില്ല എന്ന സൂചനയാണ് ആ സംഭാഷണം. അത് കേട്ടതും അമിത് ഹോർലിക്സിനോട് പറഞ്ഞു, ഹേയ്, ഞാന് അശോകനെ പിടികൂടാൻ നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ വയ്യ. നീ സംസാരിക്കുമ്പോൾ നീ അറിയേണ്ട ഒരു കാര്യം, നിന്നെ ഈ ലോകം അറിയുന്നത് ഒരു ക്രിമിനൽ ആയിട്ടാണെന്നുള്ളതാണ്. ക്രിമിനലായ നിന്റെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ എങ്ങനെയായിരിക്കും അറിയപ്പെടുക? ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ, കൊലപാതകിയുടെ മകൻ, മകൾ, അങ്ങനെയല്ലേ അറിയപ്പെടുക? അതവർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിനക്ക് നിന്റെ മകനെ പഠിപ്പിച്ച് പോലീസോ IPS ഒക്കെ ആക്കാൻ താല്പര്യം കാണില്ലേ? അമിത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ഹോർലിക്സ്. പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് സാഹചര്യം. ഹോർലിക്സിനോട് അമിത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഹോർലിക്സ് അമിതിനോട് പറഞ്ഞു, സർ, സത്യമായിട്ടും അശോക് ഭായ് എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് നാളായി.
ഹോർലിക്സ് പറയുന്നത് 100% ശരിയാണെന്ന് അമിതിനും അറിയാം. അമിത് ഹോർലിക്സിന്റെയും അതുപോലെ അശോകിന്റെയും ഫോൺ 24 മണിക്കൂർ ശ്രദ്ധിക്കുന്ന ആളാണ്. ഫോണിലൂടെ എന്തായാലും അശോക് ഹോർലിക്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, അക്കാര്യം ഉറപ്പാണ്. ഹോർലിക്സ് വഴി അശോകിലേക്ക് എത്താനുള്ള വഴി തെളിയില്ല എന്ന് അമിത് കരുതിയിരിക്കുമ്പോൾ ആ രാത്രിയിൽ അശോകന്റെ ഫോണ് അപ്രത്യക്ഷമായി വീണ്ടും ഓണായി. 1 മാസത്തിന് ശേഷമാണ് അശോകന്റെ ഫോണിൽ നിന്നൊരു കോൾ വരുന്നത്. ഇത്രയും ദിവസം ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അശോക് വിളിച്ചത് നേതാജിയാണ്. നേതാജി, അങ്ങ് വാർത്ത കണ്ടില്ലേ? ആ ഹോർലിക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് കേട്ടതും നേതാജി അശോകിനോട് പറഞ്ഞു, അശോക്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു ഈ മൊബൈൽ ഫോൺ വെച്ചുള്ള സംഭാഷണം വേണ്ടെന്ന്. ഹോർലിക്സ് പിടിക്കപ്പെട്ടതും അതൊക്കെ കൊണ്ടാവും. അത്രയും പറഞ്ഞിട്ട് നേതാജി അശോകിനോട് പറഞ്ഞു, മേലാൽ എന്നെ വിളിക്കരുത്. അങ്ങനെ പറഞ്ഞ് നേതാജി ഫോൺ കട്ട് ചെയ്തു. നേതാജി ഫോൺ കട്ട് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അമിത് ലോധ ശരിക്കും ഞെട്ടുകയാണ്. അമിത് ലോധയുടെ ഫോണിൽ ആ പേര് എഴുതി കാണിക്കുകയാണ്, അശോക് മഹത്തോ കോളിംഗ്. ബീഹാർ മുഴുവൻ കിടുങ്ങിപ്പോകുന്ന ആ പേരുകാരൻ ഇതാ SP അമിത് ലോധയെ വിളിക്കുന്നു. അമിത് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ്? അമിത് അങ്ങോട്ട് ചോദിച്ചതും മറുഭാഗത്തുനിന്ന് പരിചയമുള്ള ആ ശബ്ദം കേൾക്കുകയാണ്. ഞാൻ അശോക് മഹത്തോ. SP, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് പകരം ചോദിക്കാൻ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരും. വന്നാൽ നിന്നെ നിന്റെ കുടുംബത്തെയും ഞാൻ അവിടെ ഇട്ട് തീർക്കും. അയാൾ അങ്ങനെ പറഞ്ഞതും SP അതേ സൗണ്ടിൽ അതേ ഓളിയത്തിൽ തിരിച്ച് അശോകിനോട് പറഞ്ഞു, ഇടാ, നീ ഒരു ആണല്ലേ? ആണുങ്ങൾക്ക് ചേർന്ന വാചകമാണോ നീ പറയുന്നത്? രാത്രിയിൽ ഒളിച്ചിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്ന നിന്നെ ആരാടാ ഒരു ആണായി കൂട്ടുന്നത്? വെല്ലുവിളിക്കുന്നു പോലും. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാടാ. SP അമിത് ശരിക്കും പരിക്ക ശബ്ദത്തിൽ ഉറക്കെ ദേഷ്യത്തോടു കൂടി അശോക് മഹത്തയോട് അങ്ങനെ പറഞ്ഞതും മറുഭാഗത്തുള്ള അശോക് ഒന്ന് കിടുങ്ങിയെന്ന് ഉറപ്പാണ്. അശോകിന്റെ ശബ്ദം നൂത്താണ്. അശോക് എന്നിട്ട് കരയും പോലെയാണ് SP-യോട് തുടർന്ന് സംസാരിച്ചത്. സാർ, നിങ്ങൾ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഏയ് അശോക്, നീ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് സാധാരണ ആളുകളെ നീ കൊന്നൊടുക്കി. അതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കാൻ സർക്കാരിനാവില്ല. അങ്ങനെ അമിത് പറഞ്ഞതും അശോക് ഫോൺ കട്ട് ചെയ്തു. അശോക് മെഹ്ത്ത ഫോൺ കട്ട് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അശോക് മെഹ്ത്തയുടെ കോളിൽ നിന്ന് ഫോൺ പോവുകയാണ്. അശോക് മെഹ്ത്ത ഈ രാത്രിയിൽ ഇതിപ്പോ ആരെ വിളിക്കുന്നത്? കൗതുകത്തോടെ അമിത് ആ കോള് ശ്രദ്ധിക്കുമ്പോൾ അശോകന്റെ ശബ്ദം കേൾക്കാം. സഞ്ജയ്, അവിടെ ഇപ്പൊ എന്താ വിശേഷം? കോള് വിളിച്ച അശോകന്റെ ആ ചോദ്യം കേട്ടതും മറുഭാഗത്തുള്ള കക്ഷി അശോകനോട് പറഞ്ഞു, അശോക് ഭായി, നിങ്ങൾ എന്തായി കാണിച്ചത്? ഈ നമ്പറിൽ നിന്ന് എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അശോക്, എന്റെ ആ എയർടെൽ സിമ്മിന് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ BSNL നിന്ന് വിളിച്ചത്. ഓക്കെ അശോക് ജി, എന്തായാലും ഈ നമ്പറിൽ നിന്ന് അധികം സംസാരിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് സഞ്ജയ് ഫോൺ കട്ട് ചെയ്തു. അമിത് ലോധയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അപ്രതീക്ഷിതമായ 2 വിവരങ്ങളാണ് കേട്ടിരിക്കുന്നത്. ഒന്ന്, സഞ്ജയ് എന്ന് പേരുള്ള ഒരാളുമായി അശോക് സംസാരിക്കുന്നുണ്ട്. 2, അശോകിന് മറ്റൊരു ടെലിഫോൺ നമ്പർ കൂടി ഉണ്ട്, ഒരു എയർടെൽ നമ്പർ. അമിത് ഉടൻ തന്നെ രഞ്ജനെ വിളിച്ചു. രഞ്ജൻ, സഞ്ജയ് എന്ന പേരുള്ള ആരെങ്കിലും അറിയൂ? സാർ, ഇതെന്തൊരു ചോദ്യമാണ് സാർ. ഇവിടത്തെ കോമൺ നെയിമാണ് സഞ്ജയ്. മിക്കവാറും ഒരു 50 വീടെടുത്താൽ അതിലൊരു 4 വീട്ടിലെങ്കിലും സഞ്ജയ് കാണും. സഞ്ജയ് എന്ന പേര് ബീഹാറിലെ ആ മേഖലയിൽ കോമൺ ആയതുകൊണ്ട് തന്നെ ഏത് സഞ്ജയിനെയാണ് അശോക് മഹത്തോ വിളിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ലേശം പാടാണ്. ആ വിവരം രഞ്ജൻ പറഞ്ഞതും അമിത് ഫോൺ കട്ട് ചെയ്തിട്ട് BSNLന്റെ ആ മേഖലയിലെ ഓപ്പറേഷൻ മാനേജർ ശർമാജിയെ വിളിച്ചു. ശർമാജിയും SP അമിത് ലോധയും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും കോളുകൾ വഴി ഇപ്പോൾ ഒരു നല്ല ബന്ധമുണ്ട്. അശോക് മെഹ്ത്തയുടെ ആ BSNL നമ്പറിന്റെ 3 മാസത്തെ കോൾ റെക്കോർഡാണ് ശർമാജിയോട് ആ നിമിഷത്തിൽ അമിത് ആവശ്യപ്പെട്ടത്. അധികം സമയം കഴിയുമ്പേ ആ കോൾ റെക്കോർഡ് ഫാക്സ് ആയി വന്നു. ആ കോൾ റെക്കോർഡ് പരിശോധിച്ച അമിത് സഞ്ജയിന്റെ നമ്പർ റൗണ്ട് ചെയ്തു. അശോക് സഞ്ജയനോട് സംസാരിച്ച സമയം അമിതിന് അറിയാവുന്നത് കൊണ്ട് കൃത്യമായിട്ടും ആ നമ്പർ റൗണ്ട് ചെയ്യാൻ അമിതിന് എളുപ്പം പറ്റി. ആ കോൾ ഡേറ്റ റെക്കോർഡിൽ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും അശോക് സഞ്ജയനെ വിളിച്ചിട്ടില്ല. പക്ഷെ 1 മാസത്തിന് മുമ്പ് പലതവണ സഞ്ജയനെ അശോക് വിളിച്ചിരിക്കുന്നതും കൃത്യമായിട്ട് കാണാം. ആ നമ്പർ എല്ലാം അമിത് റൗണ്ട് ചെയ്തു. 3 മാസത്തെ കോൾ റെക്കോർഡിൽ ആദ്യത്തെ 2 മാസവും നിരന്തരമായി ബന്ധപ്പെട്ടിരുന്ന അശോക് ഇപ്പോ 1 മാസത്തിന് ശേഷം ആദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ സഞ്ജയനെ കോണ്ടാക്ട് ചെയ്യാനായി അശോക് ഉറപ്പായും മറ്റൊരു നമ്പർ ഉപയോഗിച്ചിരിക്കുകയാണ്. ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ആ ചോദ്യം മനസ്സിലേക്ക് വന്നതും പെട്ടെന്ന് അമിത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അമിത് ഉടൻ തന്നെ ശർമാജിയെ വിളിച്ചു. രാത്രിയിലാണ് വിളി. ശർമാജിയോടായി അമിത് പറഞ്ഞു, സാർ, ഞാനൊരു നമ്പർ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു സാർ. ആ നമ്പറിന്റെ കോൾ റെക്കോർഡ്സ് കൂടി വേണം സാർ. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട് സാർ. ആ നമ്പർ കൂടി എന്റെ നമ്പറുമായി ഒന്ന് കണക്ട് ചെയ്യണം. രണ്ടും ചെയ്തു കൊടുക്കാമെന്ന് ശർമാജി സമ്മതിച്ചു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സഞ്ജയിന്റെ
കോൾ ഡേറ്റ റെക്കോർഡ് അമിത്തിന്റെ മേശപ്പുറത്തെത്തി. ആ CDR അമിത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ആയപ്പോ അമിത്തിന്റെ മുമ്പിലെ മൊബൈലിൽ സഞ്ജയിന്റെ നമ്പറിലേക്ക് ഒരു കോള് വരുന്നു. കോള് വിളിക്കുന്ന ആളുടെ പേരും എഴുതി കാണിക്കുകയാണ്, ശാന്തി ദേവി കോളിംഗ്. ഹോർലിക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ദിയോദാറിൽ നിന്ന് മക്കളുമായി ശാന്തി ദേവി ബീഹാറിൽ മടങ്ങിയെത്തിയിരുന്നു. ആ ശാന്തി ദേവിയുടെ നമ്പറാണ് എഴുതി കാണിക്കുന്നത്. ആ പേര് കേട്ടതും അമിത് ആ പച്ച ബട്ടണിൽ ഒന്ന് അമർത്തി. ഫോൺ കണക്ട് ആയതും ശാന്തി ദേവി സഞ്ജയോട് പറയുകയാണ്, ഏയ് സഞ്ജയ്, എന്തേ ഭയ്യ എന്നെ വിളിക്കാത്തെ? ഭാവി വിഷമിക്കണ്ട, ഭയ്യ ഉടനെ വിളിക്കുമെന്ന് പറയുന്നല്ലാതെ എന്നെ വിളിക്കുന്നില്ലല്ലോ. അങ്ങനെ ശാന്തി ദേവി പറഞ്ഞതും പെട്ടെന്ന് സഞ്ജയ് ശാന്തി ദേവിയോട് ചോദിച്ചു, ഭാവി എന്തിനാ ഈ നമ്പറിൽ എന്നെ വിളിച്ചേ? ഏയ് സഞ്ജയ്, ഞാൻ നിങ്ങളുടെ 2 നമ്പറും സഞ്ജയ് എന്ന പേരിലാണ് സേവ് ചെയ്തത്. ഓക്കെ ഞാൻ ഇനി ശ്രദ്ധിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ശാന്തി ദേവി ഫോൺ കട്ട് ചെയ്തു. ആ ഫോൺ കാൾ അമിത് ലോധയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള കോളാണ്. സഞ്ജയിനും 2 ടെലിഫോൺ നമ്പർ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഇൻഫർമേഷൻ. രണ്ടാമത്തത്, ഒരു ഫയ്യെ കുറിച്ച് ശാന്തി ദേവി വളരെ കാര്യമായി സഞ്ജയിനോട് തിരക്കിയിരിക്കുകയാണ്. ആരാണ് ആ ഭയ്യ? ആ 2 വിവരങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. നേരം ഏകദേശം ഇപ്പോൾ വെളുക്കാറായിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. ആ സമയത്ത് തന്നെ അമിത് ശർമാജി വിളിച്ചു. ശർമാജിക്ക് ഇപ്പോ അമിത് അയച്ചു കൊടുത്തത് ശാന്തി ദേവിയുടെ നമ്പറാണ്. ആ നമ്പറിന്റെ കോൾ ഡേറ്റ റെക്കോർഡാണ് ഇപ്പോ അമിത്തിന് വേണ്ടത്. ആ കോൾ ഡേറ്റ റെക്കോർഡ് കിട്ടിയതും അമിത് ആ ഡേറ്റയിലൂടെ കടന്നു പോവുകയാണ്. ശാന്തി ദേവി ഫ്രീക്വന്റായി വിളിക്കുന്ന നമ്പറുകൾ അമിത് നോട്ട് ചെയ്തു. സ്ഥിരമായി വിളിക്കുന്ന നമ്പർ അമിത് ശർമാജിക്ക് വീണ്ടും അയച്ചു കൊടുത്തു. ആ നമ്പർ ആരുടെ പേരിലാണെന്ന് കണ്ടുപിടിക്കാനാണ് ശർമാജിയോട് അമിത് ആവശ്യപ്പെട്ടത്. ഉടൻ തന്നെ മറുപടി വന്നു, അത് സാക്ഷാൽ സഞ്ജയിന്റെ നമ്പറാണ്. സഞ്ജയിന്റെ 2ാമത്തെ നമ്പർ കിട്ടിയതും അമിത് ആ നമ്പർ തന്റെ പാനൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ ശർമാജിയോട് ആവശ്യപ്പെട്ടു. നേരത്തേക്ക് ഹോം സെക്രട്ടറിയുടെ ഓർഡർ ലഭിച്ചാൽ മാത്രമാണ് ശർമാജി അതൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പൊ അമിതുമായി നല്ല അടുപ്പമായതുകൊണ്ട് ശർമാജി അമിത് പറയുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അമിത്തിന്റെ മേശപ്പുറത്ത് ഇപ്പൊ 10 മൊബൈൽ ഫോണുകളുണ്ട്. ഓരോ ഫോണിലും ഓരോ പാനൽ നമ്പർ ലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണുകളുടെ മുന്നിലാണ് യഥാർത്ഥത്തിൽ അമിത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഫോൺ അടിക്കാത്ത സമയത്ത് വീട്ടിലെ TV ഒക്കെ കണ്ട് വീട്ടിൽ ഇരിക്കുകയാണ്. അശോക് മെഹ്ത്ത എന്നുള്ള ഒറ്റ ടാർഗറ്റിലേക്ക് അമിത് ലോധ മാറിയിരിക്കുകയാണ്. അന്ന് വൈകുന്നേരം പകൽ 4 മണി. അമിത് ലോധ ആ നിരത്തി വെച്ചിരിക്കുന്ന ഫോണിൽ ഒന്ന് ശബ്ദിച്ചു. അമിത് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അശോക് ഭായ്. ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് സഞ്ജയ് സംസാരിക്കുന്നതാണ് അമിത് കേട്ടത്. സഞ്ജയിന്റെ ശബ്ദം കേട്ടതും മറുഭാഗത്തുനിന്ന് അമിത്തിന് പരിചയമുള്ള ആ ശബ്ദം കേൾക്കുകയാണ്. സഞ്ജയ്, അവൾ വന്നോ? അങ്ങനെ അശോക് ചോദിച്ചതും, അശോക് ഭായ്, മാഡം വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം സഞ്ജയ് ഫോണുമായി നടക്കുന്ന ശബ്ദം ഫോണിലൂടെ കേൾക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോണിൽ ഒരു സ്ത്രീയുടെ ശബ്ദം. ആ സ്ത്രീയുടെ ശബ്ദം അമിത് കൃത്യമായി തിരിച്ചറിഞ്ഞു. ഹോർലിക്സിന്റെ ഭാര്യ ശാന്തി ദേവിയുടെ ശബ്ദമാണ് ഇപ്പൊ ഇതാ കേൾക്കുന്നത്. അശോക് ഭായ്, എന്താ എന്നെ വിളിക്കാത്തെ? ദേഷ്യപ്പെടാടോ, നിന്നെ ഞാൻ വിളിക്കാതിരിക്കൂ. വളരെ സ്നേഹപൂർവ്വം ഒരു കാമുകന്റേതായ ഭാഷയിൽ അശോക് ശാന്തിയോട് സംസാരിക്കുകയാണ്. അത് കേട്ട അമിത്തിന്റെ മുഖത്ത് ശരിക്കും ഒരു അമ്പരപ്പാണ്. ഹോർലിക്സ് അശോകിന്റെ വലം കൈയാണ്. ആ ഹോർലിക്സിന്റെ ഭാര്യയുമായിട്ടാണ് അശോക് ഇതാ കൊഞ്ചിക്കുഴിഞ്ഞൊക്കെ സംസാരിക്കുന്നത്. ശാന്തിയും അശോകും തമ്മിൽ ശരിക്കും രസിച്ച് സംസാരിക്കുകയാണ്. സംഭാഷണത്തിനിടയിൽ താൻ എവിടെയാണെന്നുള്ള കാര്യം അശോക് പറയുമോ ഇല്ലയോ, അതാണ് അമിത്തിന് അറിയേണ്ടത്. കഷ്ടകാലത്തിന് ആ കാര്യം അശോക് പറഞ്ഞില്ല. പിന്നെയും 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ശാന്തിയും അശോകും തമ്മിൽ സംഭാഷണം ഉണ്ടായി. ശാന്തി അശോകിനോട് ആ ദിവസം അമിത് ആഗ്രഹിച്ച ആ കാര്യം പറയുകയാണ്. അശോക് ഭായ്, എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. വളരെ താല്പര്യപൂർവ്വമാണ് ശാന്തി ദേവി അശോകനെ കാണണമെന്ന് പറയുന്നത്. ശാന്തി ദേവി പറയുന്നത് കേട്ടപ്പോ അശോകന് ശാന്തിയുടെ അടുത്തെത്താൻ താല്പര്യമുണ്ട്. പക്ഷെ അയാൾക്ക് അയാളുടെ പരിമിതികളെ കുറിച്ച് നല്ല ധാരണയാണ്. അശോക് ശാന്തിയുടെ നിർബന്ധം കേട്ടതും ദേഷ്യപ്പെട്ട് ശാന്തിയോട് പറഞ്ഞു, നീ എന്താ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണോ? അങ്ങനെ പറഞ്ഞിട്ട് അശോക് ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് അമിത് അശോകിന്റെ എയർടെൽ നമ്പർ സംഘടിപ്പിക്കുകയും എയർടെൽ മാനേജ്മെന്റ് വഴി ആ നമ്പറും പാരൽ ഫോണിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോ എയർടെൽ ഫോണിലൂടെ അശോക് സംസാരിക്കുന്നത് കൃത്യമായിട്ടും അമിതിന് കേൾക്കാം. ഒരു ഫോണിൽ ശാന്തി, 2ാമത്തെ ഫോണിൽ സഞ്ജയ്, 3ാമത്തെ ഫോണിൽ സാക്ഷാൽ അശോക് മഹത്തോ. 3 ഫോണുകളിലേക്ക് അമിതിന്റെ ശ്രദ്ധ ചുരുങ്ങുകയാണ്. അശോക് മഹത്തോ എവിടെയാണ് ഉള്ളത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അശോകിന്റെ BSNL നമ്പർ വെച്ച് അശോക് ഏത് ടവറിന്റെ കീഴിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചപ്പോ ആ ടവർ ജാർഖണ്ഡിനകത്താണ്. അതേ സമയത്ത് എയർടെൽ നമ്പർ വെച്ച് ടവർ കണ്ടുപിടിച്ചപ്പോ അശോക് വെസ്റ്റ് ബംഗാളിലുമാണ്.
വെസ്റ്റ് ബംഗാളിലെ ടവർ ലൊക്കേഷൻ കിട്ടിയതും അമിത് രഞ്ജനും ടീമിനെയും വിളിച്ചു വരുത്തി. രഞ്ജനും രാജു കൃഷ്ണയുമായിട്ട് വെസ്റ്റ് ബംഗാളിൽ പോകണം. ആ ടവറിന് കീഴിൽ എവിടെയാണ് അശോക് മെഹ്ത താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. ഒരു ടവറിന്റെ ഏരിയ ചില സ്ഥലങ്ങളിൽ 30 കിലോമീറ്റർ വരെ വരും. ഒരു ഹ്യൂജ് ഏരിയ ആയിരിക്കും ചില ഗ്രാമങ്ങളിൽ ആ ടവർ കവർ ചെയ്യുന്നത്. അത്രയും ഏരിയ കവർ ചെയ്യുന്ന ടവറിന്റെ കീഴിലുള്ള ഏത് സ്ഥലത്താണ് അശോക് മെഹ്ത ഉള്ളതെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള സംഭവമല്ല. ആ കാര്യം പറയുന്ന അമിതിനും അറിയാം, കേൾക്കുന്ന രഞ്ജനും അറിയാം. പക്ഷേ അവർക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. രഞ്ജനും രാജുവും കൃഷ്ണയും കൂടി വെസ്റ്റ് ബംഗാളിലേക്ക് തിരിച്ചു. ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് വഴിയാണ് അവർക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് പോകേണ്ടത്. അവരുടെ യാത്ര അവരുടെ ബൊലോറയിലാണ്. വെസ്റ്റ് ബംഗാളിൽ എത്തിയാലുടൻ അമിതിനെ വിളിക്കാമെന്ന് രഞ്ജൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അവർ വെസ്റ്റ് ബംഗാളിലെത്തും. ഇതിനിടയിൽ തനിക്ക് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായി അമിത് റെഡിയായിരിക്കുമ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 9 മണിയായപ്പോൾ അമിതിന് ഒരു കോൾ വന്നു. വിളിക്കുന്നത് രഞ്ജനാണ്. സാർ, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കിട്ടിയിരിക്കുകയാണ്. ഹേയ് രഞ്ജൻ, എന്ത് വിവരമാ അങ്ങനെ ഞെട്ടിക്കുന്നത്? സാർ, ഈ അശോക് വെസ്റ്റ് ബംഗാളിലല്ല ഉള്ളത്, ഇവിടെ ഈ ജാർഖണ്ഡിലാണ് ഉള്ളത്. ഏയ് രഞ്ജൻ, അതങ്ങനെ ശരിയാവും? സാർ, ഞാനിവിടെ എത്തിയപ്പോൾ എന്റെ ഭാര്യ ഒന്ന് വിളിച്ചു. BSNL ഞാൻ വിളിച്ചത്. BSNL ഞാൻ വിളിച്ചു, അല്പം സംസാരിച്ചപ്പോൾ ഫോൺ കട്ടായി പോയി, റേഞ്ച് ഇല്ല. ഞാൻ ഉടനെ എന്റെ എയർടെൽ നമ്പറിൽ നിന്ന് അവളെ വിളിച്ചു. അപ്പോഴത് കണക്ട് ആയി. സാർ, ഇവിടെ എയർടെലിന്റെ ടവറും BSNL ടവറും ഒരുപോലെ കിട്ടുന്നുണ്ട് സാർ. അങ്ങനെ പറഞ്ഞതിന് ശേഷം രഞ്ജൻ ഒരു കാര്യം കൂടി അമിതിനോട് പറഞ്ഞു. സാർ, ഇത് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ബോർഡർ ആണ് സാർ. ജാർഖണ്ഡ് സ്റ്റേറ്റിന്റെയും വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിന്റെയും അതിർത്തിയിലുള്ള ഒരു സ്ഥലത്ത് ഇവിടെയുള്ള BSNL ടവറും അപ്പുറത്തുള്ള എയർടെൽ ടവറും ശരിക്കും ക്രോസ് ചെയ്യുന്നുണ്ട്. സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് അശോക് മെഹ്തയുടെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുമ്പോൾ BSNL ആണെങ്കിൽ ജാർഖണ്ഡും എയർടെൽ ആണെങ്കിൽ വെസ്റ്റ് ബംഗാളും ആകുന്നത്. സംഭവം അമിതിന് മനസ്സിലായി. അമിത് രഞ്ജനോട് പറഞ്ഞു, രഞ്ജൻ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ആരുടെയും ശ്രദ്ധയപ്പെടാതെ ഒരു മുറി എടുക്കണം. ശ്രദ്ധിക്കണേ, രാജുവിനെയും കൃഷ്ണയും അശോകിന് നന്നായിട്ട് അറിയാം. അവരെ പുറത്തുനിന്ന് ഇറക്കരുത്. രാജു, കൃഷ്ണ, രഞ്ജൻ, പിന്നെ കൂടെ ഉള്ളത് ഹവിൽദാർ ശിവനാരായണനാണ്. ആ 4 ടീം ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. ഇനി അവരുടെ ടാർഗറ്റ് അശോക് മെഹ്ത ഉള്ള സ്ഥലം ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അശോക് മെഹ്ത ഉള്ള സ്ഥലം കണ്ടുപിടിക്കാനായി തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് അമിത് ലോധ നടത്തിയത്. അമിത് ഒരു പുതിയ മൊബൈൽ കണക്ഷനിൽ നിന്ന് അശോക് മെഹ്തയെ അയാളുടെ എയർടെൽ നമ്പറിലേക്ക് വിളിച്ചു. അശോക് മെഹ്തയുടെ എയർടെൽ നമ്പറിലേക്ക് ഒരു കോള് വന്നതും അശോക് ഒന്ന് ഞെട്ടി. അയാൾ ഫോൺ എടുത്തു. ആരാ? അശോക് അമ്പരപ്പോടെ അങ്ങ് ചോദിച്ചതും ശരിക്കും ഒരു ബീഹാറി ചുവയിൽ ലേശം കടുപ്പമുള്ള ശബ്ദത്തിൽ അമിത് അശോകിനോട് പറഞ്ഞു, അശോക് ഭായ്, എനിക്ക് നിങ്ങളോട് ഒരു രഹസ്യം പറയാനുണ്ട്. ആരാ നിങ്ങൾ? അശോക് ഭായ്, നിങ്ങളെ ഒറ്റ കൊടുത്ത ആളിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്താ പറഞ്ഞ? എന്നെ ഒറ്റ കൊടുത്തുന്നു? ആരൊറ്റ കൊടുത്തുന്നു? അല്ല അശോക് ഭായ്, നിങ്ങൾ ഈ പറയുന്ന കൃത്യം കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അമിത് ആ ഫോണ് ലേശം ഒന്ന് മാറ്റി പിടിക്കുകയാണ്. അതിനിടയിൽ മറുഭാഗത്ത് നിന്ന് അശോക് പറയുന്നത് കേൾക്കാം. അതിവിടെ റേഞ്ചിന് ചില കുഴപ്പമുണ്ട്. അശോക് ഭായ്, ഒരു കാര്യം ചെയ്യാവോ? റേഞ്ചുള്ള ഭാഗത്തേക്ക് ഒന്ന് മാറി നിൽക്കാവോ? ഓക്കെ, ഞാനിപ്പോ മാറാം. അങ്ങനെ പറഞ്ഞ അശോക് ഫോണുമായി നടക്കുന്ന ശബ്ദം ഫോണിലൂടെ അമിതിനെ കേൾക്കാം. സ്റ്റെപ്പ് കയറുന്ന പോലുള്ള ശബ്ദവും കേൾക്കാം. അയാള് ഏതോ ബിൽഡിങ്ങിന്റെ ടെറസിലേക്ക് കയറിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഹലോ, കേൾക്കാവോ? കേൾക്കാം. അശോക് ഭായ്, നിങ്ങളുടെ കൂടെയുള്ള ലക്ഷ്യ, ലഡു തുടങ്ങിയ ആളുകളില്ലേ, അവർ നിങ്ങൾക്കെതിരായി കളിക്കുകയാണ്. നിങ്ങളെ പിടിച്ചു കൊടുക്കാൻ അവർ പോലീസുമായി സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ആരാ? അങ്ങനെ ചോദിച്ചതും അമിത് അയാളോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ആരെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളെ പോലീസ് എങ്ങനെ പിടിക്കാൻ പോകുന്നുള്ള കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാം. അത് നാളെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അമിത് ഫോൺ കട്ട് ചെയ്തു. അമിതിന്റെ ആ ഫോൺ കോൾ അശോകിനെ ഏത് ശൈലിയിൽ ഉലച്ചു കാണുമെന്ന് അറിയാൻ അമിതിനൊരു ആഗ്രഹമുണ്ട്. അമിത് അയാളുടെ മുന്നിലുള്ള ആ ഫോണുകളിൽ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് സഞ്ജയന്റെ ഫോണിലേക്ക് കോൾ വന്നു. സഞ്ജയ് കോൾ എടുത്തതും അശോക് സഞ്ജയനെ ചീത്ത വിളിക്കുകയാണ്. തെമ്മാടി, നീ എന്താണ് ചെയ്തത്? നീ എന്റെ നമ്പർ ആക്കാൻ കൊടുത്തേ? അശോക് ഭയ്യ, അങ്ങ് എന്താ ഈ ചോദിക്കുന്നത്? അങ്ങ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കും. എന്നോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? സഞ്ജയ്, സോറി, ഞാനേ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. സഞ്ജയ്, ഒരാള് എന്നെ വിളിച്ചു. അയാൾക്ക് എന്റെ എയർടെൽ നമ്പർ എങ്ങനെ കിട്ടി? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭയ്യ, അയാൾ എന്താ പറഞ്ഞേ? സഞ്ജയ്, നമ്മുടെ ലഡുവും ലക്ഷ്യയും എനിക്കെതിരെ പോലീസിൽ ചില തെളിവുകൾ കൊടുത്തെന്നാണ് അയാൾ പറഞ്ഞത്. അവന്മാർ പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കാനായി ചില കളികൾ കളിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അശോക് ഭയ്യ, അത് സാധ്യതയുണ്ട്. ഏകദേശം 1.5 മാസമായിട്ട് അശോക് മെഹ്ത ഒളിവിലാണ്. ഈ ഒളിവ് ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അശോക് മെഹ്ത അയാളുടെ കൂടെയുള്ള ഗ്യാങ് മെമ്പേഴ്സിനോട് സംസാരിച്ചിട്ടേ ഇല്ല. ഹോർലിക്സിനോട് പോലും സംസാരിച്ചിട്ടില്ല. എല്ലാ ആളുകളോടും ഒളിവിൽ പോകാനാണ് അശോക് മെഹ്ത ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒളിവിൽ പോയ
ലഡുവും ലക്ഷ്യയും പോലീസുമായി കണക്ഷൻ ആയെന്നും ആ കണക്ഷൻ അശോക് മെഹ്തയിലേക്ക് തിരിയുന്നു എന്നാണ് ഇപ്പോൾ അശോക് മെഹ്തയ്ക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനെ കുറിച്ചാണ് സഞ്ജയും അശോകും ചർച്ച ചെയ്യുന്നത്. കേട്ട കാര്യം വാസ്തവമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ സഞ്ജയ് അശോകിനോട് പറഞ്ഞു, അശോക് ഭായ്, നാളെ അയാൾ വീണ്ടും വിളിക്കുമെന്നല്ലേ പറഞ്ഞത്? അയാളിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ അറിയണം. എന്താണ് പോലീസിന്റെ പ്ലാൻ എന്ന് അയാൾ വഴി അറിയണം. ശരിക്കും അമിതിനെ രസിപ്പിച്ച ഒരു സംഭാഷണമാണ് അമിത് കേട്ടിരിക്കുന്നത്. തന്നെ അശോക് വിശ്വസിച്ചിരിക്കുകയാണ്. ഇനിയാണ് അശോകിനെ കൊടുക്കാനുള്ള നിർണായകമായ നീക്കം നടത്തേണ്ടത്. ഇതിനിടയിൽ സഞ്ജയിനെ കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണവും പോലീസ് നടത്തിയായിരുന്നു, അതും രഹസ്യമായിട്ട്. സഞ്ജയ് ഒരു സ്കൂൾ അധ്യാപകനാണ്. ഒരു തരത്തിലുമുള്ള ക്രിമിനൽ റെക്കോർഡുകളും ഇല്ലാത്ത വ്യക്തി തന്നെയാണ് സഞ്ജയ്. പക്ഷെ ഈ സഞ്ജയ്ക്ക് അശോകിനോട് വല്ലാത്തൊരു ആരാധനയാണ്. അതുകൊണ്ടാണ് അശോകിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ സഞ്ജയ് തയ്യാറാകുന്നത്. ഇതുപോലെ ഒരു സഞ്ജയ് അല്ല യഥാർത്ഥത്തിൽ ബീഹാറിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അശോക് മഹത്തോ കുർമി വംശയുടെ ഇടയിൽ ഒരു വലിയ വീരപുരുഷനാണ്. പോലീസിനും മറ്റു ആളുകൾക്കും അശോക് മെഹ്ത ഗുണ്ടയും ക്രിമിനലും പിടികിട്ടാ പുള്ളിയൊക്കെ ആണെങ്കിൽ കുർമി വംശജരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് അശോക് മഹത്തോ. അശോക് മഹത്തോ കുർമി വംശജരെ കൊലാകൊല ചെയ്യുന്ന ഭൂമിഹാറുകളെ നേർക്കുനേർ എതിരിടുകയും 100ഓളം ഭൂമിഹാർ വംശജരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുള്ള ആളാണ്. കൊല്ലപ്പെട്ടതൊക്കെ ഭൂമിഹാറിലെ വൻകിട കക്ഷികളാണ്. എംപിയും MLAയും വൻ ഭൂവുടമകളൊക്കെയാണ് കൊല്ലപ്പെട്ടത്. ആ ശൈലിയിലുള്ള ആളുകളെ നേരിടാൻ കുർമി വംശജർക്ക് കഴിയുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നല്ല. അവരുടെ വംശത്തിലുള്ള അശോക് മഹത്തോ അതിന് തയ്യാറായപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ അശോക് മഹത്ത ഒരു വീരനായി മാറുകയാണ്. ആ വീരനെയാണ് യഥാർത്ഥത്തിൽ അമിതിന് പിടികൂടേണ്ടത്. കുർമി വംശജർക്ക് സ്വാധീനമുള്ള മേഖലയിൽ അശോക് മെഹ്ത ഉണ്ടെങ്കിൽ അയാളെ പിടികൂടാൻ പറ്റില്ല, അത് 100% ഉറപ്പാണ്. ആ കാര്യം ഓർക്കാതെയാണ് അശോക് മെഹ്ത നാട് വിട്ട് രഹസ്യമായി ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ബോർഡറിൽ വന്ന് താമസിക്കുന്നത്. അശോക് മെഹ്തയെ പിടികൂടാനുള്ള ഒരു പ്ലാൻ മനസ്സിലുണ്ടാക്കിയ അമിത് ഉടൻ തന്നെ എയർടെലിന്റെ ഓപ്പറേറ്റിംഗ് മാനേജറെ വിളിച്ചു. ഇപ്പോ അശോക് മെഹ്തയുടെ ആ എയർടെൽ നമ്പർ അമിതിന്റെ മുമ്പിലുള്ള മൊബൈലിൽ പാരലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അമിത് എയർടെൽ മാനേജറോട് പറഞ്ഞു, എനിക്ക് മറ്റൊരു ഫോണിൽ കൂടി ആ നമ്പർ ഒന്ന് റൺ ചെയ്യിച്ച് കിട്ടണം. ഒരേ സമയത്ത് അശോക് മെഹ്തയുടെ ഫോൺ 2 ഫോണുകളിലൂടെ മോണിറ്റർ ചെയ്യണം. അതാണ് അമിതിന്റെ ആഗ്രഹം. അമിത് പറഞ്ഞ കാര്യം എയർടെൽ ചെയ്തു കൊടുത്തു. അമിത് പറഞ്ഞനുസരിച്ച് അശോക് മെഹ്തയുടെ നമ്പർ രഞ്ജന്റെ ഫോണിലാണ് ആഡ് ചെയ്തത്. ഇപ്പോ അമിതിന്റെ കയ്യിലുള്ള ഫോണിലും രഞ്ജന്റെ സ്വന്തം ഫോണിലും അശോകിന്റെ നമ്പർ പാരലായിട്ട് കിടക്കുകയാണ്. അശോകിന്റെ നമ്പർ രഞ്ജന്റെ ഫോണിൽ ആഡ് ചെയ്ത ഉടൻ അമിത് രഞ്ജനെ വിളിച്ച് കാര്യം പറഞ്ഞു. രഞ്ജൻ, ഇപ്പോ നിങ്ങളുടെ ഫോണിൽ അശോകിന്റെ നമ്പർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ബൊലോറയിൽ ഹൈവേയിലോട്ട് ഇറങ്ങണം. ഹൈവേയുടെ ഒരു വശത്താണ് വീടുകൾ എന്നല്ലേ പറഞ്ഞത്? അതെ സാർ, ഒരു ഭാഗത്താണ് വീടുകളുള്ളത്, മറുഭാഗത്ത് കടകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആ വീടുകളുള്ള ഭാഗത്തെത്തുമ്പോൾ ഹോൺ അടിക്കണം. പ്രത്യേക രീതിയിലാണ് ഹോൺ അടിക്കാൻ. ആ സമയത്ത് ഞാൻ അശോകുമായി സംസാരിക്കുകയായിരിക്കും. സാർ പറയുന്ന അതെ, ഞാനും അശോകും തമ്മിൽ ഇപ്പൊ നല്ല ബന്ധത്തിലാണ്. രഞ്ജന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അമിത് പറഞ്ഞത്. അശോക് മെഹ്തയും അമിത് ലോധയും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്ന്. അമിത് അന്തം വിട്ടുപോയ രഞ്ജനോട് പറഞ്ഞു, ഞാൻ എന്തായാലും അയാളെ വിളിക്കുമ്പോ നിങ്ങള് വണ്ടിയുടെ ഹോൺ അടിക്കണം. ഹോൺ അടിച്ച് പതുക്കെ വണ്ടി മൂവ് ചെയ്യണം. ഏത് ഭാഗത്തെത്തുമ്പോഴാണ് അശോകന്റെ ഫോണിലൂടെ വണ്ടിയുടെ ഹോൺ വ്യക്തമായി കേൾക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ ഭാഗം നോട്ട് ചെയ്യുക, അതിനുശേഷം വാഹനം ഓടിച്ചു പോവുക. വളരെ വളരെ രസകരമായ ഒരു ഐഡിയ ആണ് അമിത് ലോധ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. കൃത്യം 4 മണിയായപ്പോൾ അമിത് അശോക് മെഹ്തയെ വിളിച്ചു. ആ ബീഹാറി ശബ്ദത്തിൽ അമിതിന്റെ കോള് അശോക് മെഹ്ത പ്രതീക്ഷിക്കായിരുന്നു വ്യക്തം. അയാൾ വേഗം ഫോൺ എടുത്തു. ഹലോ, ആരാ നിങ്ങൾ? ഏയ് അശോക് ഭയ്യ, നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടാളികൾ വഴി ഇപ്പൊ പോലീസ് അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസും അവർ പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ അവർ വഴി പോലീസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അവർ വഴി പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശൈലിയിൽ അശോകിനോട് അമിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൊലോറയിൽ ആ ഫോൺ കോൾ ശ്രദ്ധിക്കുന്ന രഞ്ജൻ സാവധാനം വാഹനം ഓടിക്കുകയാണ്. ആ ബൊലോറോ ജീപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹോൺ അടിക്കുന്നുണ്ട്. ജീപ്പ് കുറേശ്ശെ മൂവ് ചെയ്യുന്നു. അതിനനുസരിച്ച് പ്രത്യേക താളത്തിൽ രഞ്ജൻ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹോൺ ശബ്ദം അശോകന്റെ ഫോണിലൂടെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ് രഞ്ജന്റെ ഉദ്ദേശം. രഞ്ജന്റെ വാഹനം അങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് അശോക് ഒന്ന് അസ്വസ്ഥനായി. കൃത്യം കേൾക്കുന്നില്ലേ? ഒരു നിമിഷം, എന്തു പറ്റി?
നിങ്ങൾ റോഡിൽ വല്ല നിൽക്കുകയാണോ? വാഹനത്തിന്റെ ശബ്ദം കേട്ട പോലെ? അതല്ല, ഏതൊരു വട്ടൻ ഹോൺ അടിക്കുന്നതാണ്. ഈ നിമിഷത്തിൽ ഈ സംഭാഷണവും ഹോണിന്റെ ശബ്ദവും വളരെ വളരെ വ്യക്തമായി രഞ്ജൻ അയാളുടെ മൊബൈലിലൂടെ കേൾക്കുകയാണ്. അശോക് ഈ സമയത്തും അമിതോട് സംസാരിക്കുകയാണ്. ഭയങ്കര ശല്യമാണ്, ഭയങ്കര ഹോണാ കേൾക്കുന്നത്. അങ്ങനെ അശോക് പറഞ്ഞതും അമിത് അശോകിനോട് പറഞ്ഞു, ഓക്കെ സാരമില്ല, ഞാൻ പിന്നീട് വിളിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അമിത് ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് രഞ്ജൻ അതിവേഗം വാഹനം ഓടിച്ചും പോയി. രഞ്ജനൊപ്പമുള്ള രാജുവും കൃഷ്ണയും ഹവിൽദാർ ശിവനാരായണനും ആ സ്ഥലം വ്യക്തമായി നോട്ട് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റിലെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ജീവനക്കാർക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്തിരിക്കുന്ന ക്വാർട്ടേഴ്സ് ആണ് ആ ഭാഗത്തുള്ളത്. 3 നിര ബിൽഡിംഗാണ് ഉള്ളത്. ഓരോ ബിൽഡിങ്ങും തമ്മിൽ ഏകദേശം ഒരു 10-15 അടി വ്യത്യാസമുണ്ട്. 3 നിലയുള്ള ഫ്ളാറ്റുകളാണ് അവിടെ ഉള്ളതെന്ന് അർത്ഥം. ഈ 3 ബിൽഡിങ്ങിലായി 30ഓളം ഫ്ളാറ്റുകളുണ്ട്. ഇതിലേതിലോ ഒന്നിലാണ് അശോക് മെഹ്ത ഉള്ളത്. ആ കാര്യം രഞ്ജൻ പറഞ്ഞപ്പോ അമിതിന് വ്യക്തമായി. പക്ഷെ ആ 30 ഫ്ളാറ്റിൽ ഏത് ഫ്ളാറ്റിലാണ് അശോക് മെഹ്ത ഉള്ളതെന്ന് അറിഞ്ഞാലല്ലേ അശോകനെ വളഞ്ഞു പിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കും? പിറ്റേന്ന് വീണ്ടും അമിത് അശോകനെ വിളിച്ചു. ഓരോ തവണ അശോകനെ വിളിക്കുമ്പോഴും പോലീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നിലയിൽ ചില കാര്യങ്ങൾ അശോക് മെഹ്തയോട് അമിത് പറയും. അയാൾക്ക് ഒരിക്കലും വേറെ ഒരു സ്ഥലത്തുനിന്നും ലഭിക്കാത്ത വിവരങ്ങളാണ് ഈ സമയത്ത് അമിത് വഴിയിൽ കിട്ടുന്നത്. പോലീസ് അയാളെ പിടികൂടാനായി സകല സ്ഥലവും അരിച്ചു പറക്കുകയാണെന്ന് അത് കേൾക്കുന്ന അശോകന് 100% ഉറപ്പാവുകയാണ്. അശോകുമായി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അമിത്തിന്റെ ശ്രദ്ധയിൽ വേറെ ചില ശബ്ദങ്ങളൊക്കെ പെട്ടു. ഫോൺ സംഭാഷണം അവസാനിച്ചപ്പോൾ അമിത് രഞ്ജനെ വിളിച്ചു. രഞ്ജൻ, അശോകന്റെ ഫ്ളാറ്റിലോ അല്ലെങ്കിൽ സമീപത്തെ ഫ്ളാറ്റിലോ ആശാരിമാർ പണി ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിച്ചാൽ മതി. ഫ്ളാറ്റ് നമുക്ക് അറിയാൻ പറ്റും. രഞ്ജന് ആ വിവരം കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ആ മേഖലയിൽ അധികം ആശാരിമാരില്ലാത്തത് കൊണ്ട് തന്നെ ഏത് ആശാരി എവിടെ പണിക്ക് പോകുന്നത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. കൃത്യമായിട്ടും ആ ആശാരി പണി നടക്കുന്ന ഫ്ളാറ്റ് അവർ ഐഡന്റിഫൈ ചെയ്തു. ഒന്നുകിൽ ആ ഫ്ളാറ്റിൽ അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള അടുത്ത ഫ്ളാറ്റിൽ ഇതിൽ ഏതിലോ ഒന്നിലാണ് അശോക് മെഹ്ത ഉള്ളത്. അക്കാര്യം 100% ഉറപ്പാണ്. ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് വരുന്നത്. അശോക് മെഹ്ത ഒളിച്ചു താമസിക്കുന്ന ഫ്ളാറ്റിന് സമീപം വരെ അമിതിന്റെ പോലീസുകാർ എത്തിയിട്ടുണ്ട്. അന്ന് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയോ ആ ഫ്ളാറ്റ് വളയണം. അതാണ് അമിതിന്റെ തീരുമാനം. പക്ഷെ അമിതിനെ അമ്പരപ്പിച്ചുകൊണ്ട് രാവിലെ ഒരു കോള് വന്നു. രഞ്ജൻ അമിതിനോട് പറഞ്ഞു, സാബ് ആകെ പ്രശ്നമായി. എന്താ പ്രശ്നം? സാബ്, ഞങ്ങൾ രാവിലെ ചായ കുടിക്കാനായി പുറത്തു വന്നതാണ്. പക്ഷേ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായക്കടയുടെ നേരെ എതിർവശത്ത് ഒരു കുഴൽ കിണറിൽ ഒരാൾ വെള്ളം പമ്പ് ചെയ്യുന്ന കണ്ടു. അയാളെ വെള്ളം എടുത്ത് മുഖം കഴുകിയിട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ നേരെ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടു. സാർ, എന്ത് കണ്ടെന്ന്? സാർ, അത് അശോക് മെഹ്തയാണ്. അശോക് മെഹ്ത നിങ്ങളെ കണ്ടോ? അങ്ങ് ദൂരെ ബീഹാറിൽ നിന്നുകൊണ്ട് അമിത് ഉറക്കെ ചോദിക്കുന്നത് രഞ്ജനും കൃഷ്ണയ്ക്കും രാജുവിനും വ്യക്തമായി കേൾക്കാം. അവരെ വിറപ്പിക്കുന്ന ശബ്ദത്തിലാണ് അമിത് ആ ചോദ്യം ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞത് രാജുവാണ്. സാർ, ക്ഷമിക്കണം, ഞാൻ എന്റെ തല മൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു സംശയം, എന്നെ അശോക് ഭായി തിരിച്ചറിഞ്ഞു വന്നു. നിങ്ങളെന്താ അശോകൻ അപ്പൊ പിടിക്കാതിരുന്നത്? അമിതിന്റെ ചോദ്യം കേട്ടതും രാജു അമിതിനോട് പറഞ്ഞു, സാർ, ശരിക്കും അശോക് ഭായി കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയിരുന്നു. അശോകുമായി ഒന്നിച്ച് ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഈ രാജുവും കൃഷ്ണയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോഡിന്റെ മറുകരയിൽ അശോക് മെഹ്തയെ കണ്ടപ്പോ അവർ രണ്ടുപേരും കിടുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. അവർക്കല്ലേ അറിയാവൂ അശോക് മെഹ്തയുടെ കപ്പാസിറ്റിയെ കുറിച്ച്. ക്രൂരതയ്ക്ക് മറ്റൊരു പേര് ഇല്ല എന്നതാണ് സത്യം. ആ അശോക് മെഹ്തയെ കണ്ട അവർ രണ്ടുപേരും വിറച്ചതിൽ അതിശയൊന്നുമില്ല. ഇതാ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. കുറെ നാളത്തെ അലച്ചിലിന് ശേഷമാണ് അശോക് മെഹ്തയുടെ തൊട്ടടുത്ത് അമിത് ലോധ എത്തിയത്. രാജുവിനെ അശോക് മെഹ്ത തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അശോകിന്റെ മനസ്സിൽ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ട്. ഇനി സമയം കളയാനില്ല. അമിത് ഉടൻ തന്നെ രഞ്ജനോട് പറഞ്ഞു, രഞ്ജൻ, നമുക്ക് ഇന്ന് തന്നെ അശോകനെ പിടിക്കണം. ഞാൻ അവിടുത്തെ SP വിളിച്ച് കാര്യം പറയാം. SP നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് മെക്കാനിസം ഒരുക്കും. അമിത് ലോധയുടെ ഒരു ബാച്ച്മേറ്റ് ആണ് ഭാഗ്യത്തിന് ആ മേഖലയിലെ SP. അമിത് SP-യോട് പറഞ്ഞു, ഞങ്ങളുടെ മേഖലയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കക്ഷി നിങ്ങളുടെ മേഖലയിൽ കുറച്ച് ദിവസമായി ഒളിച്ചു കഴിയുന്നുണ്ട്. അയാളെ പിടികൂടാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ 3 പോലീസുകാരുടെ സഹായം വേണം. അമിതിന്റെ ആവശ്യം കേട്ടതും SP വേഗം സമ്മതിച്ചു. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം. ആ പോലീസുകാർ രഞ്ജൻ അടുത്ത് റിപ്പോർട്ട് ചെയ്തതും രഞ്ജൻ അക്കാര്യം അമിതിനെ വിളിച്ച് അറിയിച്ചു. ആ പകൽ തന്നെ അശോകനെ പിടികൂടുക എന്നുള്ളതാണ് അമിതിന്റെ ടാർഗറ്റ്. അമിത് രഞ്ജനോടും ടീമിനോടും അശോകന്റെ ഫ്ളാറ്റ് വളയാൻ ആവശ്യപ്പെട്ടു. അശോകന്റെ വീടിരിക്കുന്ന ആ ഫ്ളാറ്റിന്റെ ചുറ്റുമായി 2 പോലീസുകാരെ അറേഞ്ച് ചെയ്തു. രാജുവിനെ കൃഷ്ണയും ആ ഫ്ളാറ്റിന്റെ പുറകിലെയും മുമ്പിലുമുള്ള വാതിൽ അടുത്ത് നിർത്തി. ശിവസുന്ദറും രഞ്ജനും കൂടി ആ ഫ്ളാറ്റിന്റെ വാതിൽക്കലെത്തി. ഈ സമയത്താണ് അമിത്
അശോക് മെഹ്തയെ വിളിക്കുന്നത്. അശോക് മെഹ്തയെ അമിത് വിളിക്കുമ്പോൾ അശോക് മെഹ്ത കുളിമുറിയിലാണ്. അയാൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിക്കുകയാണെങ്കിലും അയാൾ ഫോൺ എടുത്തു. അശോക് ഭയ്യ, നിങ്ങളിപ്പോ എന്ത് ചെയ്യുക? ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അശോക്, കുളിയൊക്കെ മതിയാക്കി വേഗം രക്ഷപ്പെടാൻ നോക്ക്. പോലീസ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ തൽക്കാലം അവിടെ ടെറസ് വല്ല ഉണ്ടോ നോക്ക്. അവിടെ കയറി നിന്നിട്ട് ചുറ്റും നോക്ക്. പോലീസ് വരുന്നുണ്ടെന്ന് അറിയാലോ. അങ്ങനെ അമിത് പറഞ്ഞതും കുളി പകുതി വഴിക്ക് നിർത്തി ഡ്രസ്സ് എടുത്തണിഞ്ഞ അശോക് മെഹ്ത കുളിമുറിയിൽ നിന്നിറങ്ങി പുറത്തേക്കുള്ള സ്റ്റെയർകേസിനടുത്ത് ഓടിയെത്തി. അയാൾ അതിവേഗം ആ സ്റ്റെയർകേസ് വഴി ടെറസിന്റെ മുകളിലേക്ക് കയറി. ടെറസിന്റെ മുകളിലേക്ക് അശോക് മെഹ്ത കയറുമ്പോൾ ഈ ഫോൺ കാൾ ശ്രദ്ധിച്ചുകൊണ്ട് വാതിലിന് പുറത്ത് മറഞ്ഞു നിൽക്കുന്ന രഞ്ജനൊപ്പമുള്ള ശിവസുന്ദറും ആ സ്റ്റെപ്പ് വഴി നേരെ മുകളിലേക്ക് കയറി. അവർ സ്റ്റെപ്പിന്റെ മുകളിൽ എത്തുമ്പോൾ അവിടെ തൊട്ടു മുമ്പിൽ 2 വാതിലുണ്ട്. ഈ സമയത്ത് അമിത് അശോക് മെഹ്തയോട് ഫോണിൽ സംസാരിക്കുകയാണ്. അശോകനോട് അമിത് ചോദിച്ചു, അശോക്, റോഡിൽ പോലീസിനെ കാണുന്നുണ്ടോ? അമിതിന്റെ ചോദ്യം കേട്ടതും അശോക് റോഡിലോട്ട് നോക്കിയിട്ട് അയാൾ അമിതിനോട് പറഞ്ഞു, ഇല്ല, റോഡിൽ പോലീസ് ഇല്ല. ഓക്കെ, എന്നാ തിരിഞ്ഞു നോക്ക്. അമിത് ഫോണിലൂടെ പറയുന്നത് കേട്ടതും അശോക് തിരിഞ്ഞപ്പോ അശോക് കാണുന്ന കാഴ്ച അയാളുടെ നേരെ ഗണ്ണ് ചൂണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനെയാണ്. ഹവിൽദാർ ശിവസുന്ദർ ആ കാർബൈൻ അശോകിന് നേരെ അങ്ങനെ ചൂണ്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് അശോക് ഒരു കാഴ്ച കൂടി കണ്ടത്. മറ്റേ വാതിൽ വഴി സാക്ഷാൽ SI രഞ്ജൻ ടെറസിന്റെ മുകളിലേക്ക് വരുന്നത്. രഞ്ജനെ അശോക് മെഹ്തയ്ക്ക് നന്നായിട്ട് അറിയാം. രഞ്ജനെ കണ്ടതും തന്റെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്നുള്ള കാര്യം മറന്നിട്ട് അശോക് ഒരൊറ്റ ഓട്ടം. ശരിക്കും മിന്നൽ വേഗത്തിലാണ് അശോക് മെഹ്തയുടെ ഓട്ടം. 2 സ്റ്റെപ്പ് കൊണ്ട് അയാൾ ആ ടെറസിന്റെ അറ്റത്തെത്തിയിരുന്നു. അതിവേഗം ടെറസിന്റെ മുകളിലൂടെ മറുഭാഗത്തുള്ള പൈപ്പ് വഴി അയാൾ താഴോട്ടിറങ്ങിയാണ്. ഈ സമയത്ത് അയാളുടെ പുറകിൽ അവിടെ എത്തിയ രഞ്ജനും അതേ പൈപ്പിലൂടെ താഴോട്ടിറങ്ങി. ഈ കാഴ്ചയുടെ ശിവസുന്ദർ തിരിച്ച് പടിക്കെട്ട് വഴി താഴോട്ടിറങ്ങി ഓടുകയാണ്. ശിവസുന്ദർ താഴോട്ടിറങ്ങി ഓടി വരുന്നത് പുറത്തു നിൽക്കുന്ന രാജു കണ്ടു. രാജു അന്തം വിട്ട് ശിവസുന്ദർ നോക്കുമ്പോൾ ശിവസുന്ദർ ഇടത്തോട്ട് കൈ കാണിച്ചു. രാജു ഇടത്തേക്ക് ഓടി. ഈ സമയത്ത് ആ ഫ്ളാറ്റിന്റെ പുറകുവശത്ത് കൃഷ്ണ അങ്ങനെ നിൽക്കുകയാണ്. അതിവേഗം പൈപ്പ് വഴി ഊർന്നിറങ്ങുന്ന അശോക് മെഹ്ത 1ാമത്തെ നിലയിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ പൈപ്പ് ആ ടെറസിൽ ഉറപ്പിച്ചിരുന്ന ചെറിയ ആ പിന്നിൽ നിന്ന് ഇളകി തൽഫലമായി അശോക് താഴേക്ക് വീണു. അശോക് വീണതും കൂടെ രഞ്ജനും വീണു. രഞ്ജൻ നല്ല തടിയൊക്കെയുള്ള കക്ഷിയാണ്. രഞ്ജൻ വന്നു വീണത് അശോകിന്റെ മുകളിലേക്കാണ്. അശോകിന്റെ മുകളിലേക്കുള്ള രഞ്ജന്റെ വീഴ്ച ഒരു 1.5 വീഴ്ചയാണ്. അശോക് ഞെരങ്ങിപ്പോയി എന്ന് പറയാം. പക്ഷെ അശോക് അടിസ്ഥാനപരമായി ഒരു സംഭവമാണ് തെളിയിച്ചുകൊണ്ട് രഞ്ജനെ എടുത്തു മറിഞ്ഞിട്ട് അശോക് ചാടി എണീറ്റ് ആ നിമിഷത്തിലാണ് അശോക് രാജുവിനെ കണ്ടത്. അശോകിന്റെ തൊട്ടു മുമ്പിൽ രാജുവിനെ കണ്ടപ്പോ രാജുവിന്റെ അശോകിന്റെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. നീയാണെന്ന് ചതിച്ചല്ലേ എന്ന് അശോക് ചോദിച്ചതും അശോകിന്റെ തലയിൽ ഒരു അടി വീഴുകയാണ്. ഹവിൽദാർ ശിവസുന്ദറിന്റെ തോക്കിന്റെ പാത്തി അശോകിന്റെ തലയിലേക്ക് ആഞ്ഞു പതിച്ചതാണ്. ശബ്ദം കേട്ട് പുറകിലുണ്ടായിരുന്ന കൃഷ്ണയും ഓടി വന്നു. കൃഷ്ണയും രാജുവും ഹവിൽദാർ ശിവസുന്ദറും രഞ്ജനും കൂടി അശോകിനെ പൂട്ടിക്കെട്ടപ്പോഴേക്കും ആ 2 പോലീസുകാർ ഓടി വന്നു. അവർ 6 പേരും കൂടി അശോകിനെ കൂട്ടിക്കെട്ടി ആ ബൊലേറോയിലേക്ക് കയറ്റി. ബൊലേറോ പിന്നെ പറക്കുകയായിരുന്നു. ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ അതിർത്തിയിലാണ് അവരിപ്പോ ഉള്ളത്. അവർക്ക് ഒത്തിരി ദൂരം കവർ ചെയ്താലേ ബീഹാർ അതിർത്തിയിൽ എത്താൻ പറ്റൂ. ഈ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഹോർലിക്സിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ ഒരാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലാണ് രഞ്ജൻ. ഓൺ ദ വേ രഞ്ജൻ അമിതിനെ വിളിച്ചു. സാർ, അയാളെ കിട്ടി സാർ, അയാളെ പിടിച്ചു സാർ. ആ ശബ്ദം കേട്ടതും ഇതുവരെ മുൾമുനയിൽ നിൽക്കുന്ന അമിത് ഒരു ശബ്ദത്തോടു കൂടി അയാളുടെ കിടക്കിലേക്ക് വീഴുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തെ അയാളുടെ അധ്വാനത്തിന് ഇതാ ഫലമുണ്ടാവുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന അയാളുടെ ഭാര്യ തനു അമിതിനോട് ചോദിച്ചു, അശോകനെ പിടിച്ചോ? യെസ്. പോലീസുകാരന്റെ ഭാര്യയായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും റിസ്ക് ആണ്. ആ റിസ്ക് ആസ്വദിക്കുന്നതുകൊണ്ടാണ് തനുവിന് ആ ഗുണ്ടാ രാജാവിനെ പിടിച്ചപ്പോ ശരിക്കും സന്തോഷം തോന്നിയത്. വഴിക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായില്ല. ആ ബൊലേറോ ജീപ്പ് ജാർഖണ്ഡ് അതിർത്തി കടന്ന് ബീഹാറിലേക്ക് പ്രവേശിച്ചു. ആ നിമിഷത്തിൽ അമിത് ആ വിവരം DG കുമാറിനെ അറിയിച്ചു. കുമാർ ആ വിവരം ഉടൻ തന്നെ മുകളിലേക്കൊക്കെ അറിയിക്കുകയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സന്തോഷകരമായ വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ പത്രസമ്മേളനങ്ങൾ ഉണ്ടായി. ബീഹാറിനെ മുഴുവൻ വിറപ്പിച്ച മാഫിയ ഡോൺ അശോക് മെഹ്ത ഇതാ അറസ്റ്റിലായിരിക്കുന്നു. ഫ്ലാഷ് ന്യൂസുകൾ സകല ചാനലുകളിലും വന്നു തുടങ്ങി. ഈ സമയത്ത് IG ഹുസൈൻ സാറിനോട് അമിത് ആ കാര്യം ആവശ്യപ്പെട്ടു. രഞ്ജനെ തിരിച്ചെടുക്കാനുള്ള ഓർഡറാണ് IG-യോട് അമിത് ചോദിച്ചത്. വിതിൻ മിനിറ്റ്സ് ആ ഓർഡർ ഫാക്സ് ആയിട്ട് അമിതിന്റെ മേശപ്പുറത്തെത്തി. അശോക് മെഹ്തയെ അറസ്റ്റ് ചെയ്താൽ ആ നിമിഷം അമിത് പറയുന്നത് പോലെ രഞ്ജനെ സർവീസിലേക്ക് തിരിച്ചെടുക്കാമെന്ന് ഹുസൈൻ അമിതിന് വാക്ക് കൊടുത്തിരുന്നതാണ്. അദ്ദേഹം ആ വാക്ക് പാലിച്ചു. ഷെയ്ഖ്പുരയിൽ അശോക് മെഹ്തയെ എത്തിച്ചത് അമിതിന്റെ വസതിയിലാണ്. ആ ബൊലോറയിൽ നിന്ന് അശോക് മെഹ്തയെ ഇറക്കുമ്പോൾ അത് കാണാനായി പത്രക്കാരൊക്കെ വന്ന് നിൽക്കുകയാണ്. ശരിക്കും അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ആ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം
അശോക് മെഹ്ത്തെ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ശരിക്കും സന്തോഷത്തിലാണ് അമിത്. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ SI രാജേഷ് തരൻ അമിതിനെ വിളിച്ചു. സാർ, ഇവിടെ ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? സാർ, അശോക് മെഹ്ത്തയുടെ കഴുത്തിൽ ആളുകൾ ചെരുപ്പുമാല അണിയിച്ച് റോഡിൽ കൂടെ കൊണ്ടുവരികയാണ്. അശോക് മെഹ്ത്ത കുർമി വംശജരുടെ അനിശ്ചിതനായ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അശോക് മെഹ്ത്തയുടെ പുറത്ത് കൈവയ്ക്കരുതെന്ന് IG-യും ADGP ഒക്കെ അമിതിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇതാ അമിത് കൊടുത്ത വാക്കിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമിതിന്റെ കീഴിലുള്ള ഒരു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അശോകനെ റോഡിൽ കൂടി നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. അശോകനെ റോഡിൽ കൂടി നടത്തിക്കൊണ്ടു പോയതും നാട്ടുകാർ ചെരുപ്പ് മാലകൾ ഉണ്ടാക്കി അശോകനെ കഴുത്തിലൂടെ ഇട്ടു. ബീഹാറിനെ പിടിച്ചു കുലുക്കിയ ഫോട്ടോയായി അതങ്ങ് മാറി. പത്രങ്ങളിൽ വൻ ഹെഡിങ്ങോടുകൂടിയാണ് ആ ഫോട്ടോ പിറ്റേ ദിവസം വന്നത്. അശോക് മെഹ്ത്ത ഒരു കുർമി വംശജനായതുകൊണ്ടല്ലേ കുറ്റവാളിയാണെങ്കിൽ പോലും അയാളുടെ കഴുത്തിൽ ചെരുപ്പുമാല അണിയിക്കാൻ പോലീസുകാർ കൂട്ടുനിന്നത്? അതാണ് ചോദ്യം. ശരിക്കും നിതീഷ് കുമാറിനെ ഉൾപ്പെടെ സകലരെയും ഒന്ന് കുലുക്കിയ സംഭവമാണ് ആ ഫോട്ടോ. അമിത് അശോക് മെഹ്ത്തയെ പിടിച്ച കാര്യം പെട്ടെന്ന് ആ വാർത്തയിൽ അലിഞ്ഞു പോകുമെന്ന് സംശയം തന്നെ ഉണ്ടാവുകയാണ്. ശരിക്കും പാടുപെട്ട് ഒരുപാട് നാളത്തെ അധ്വാനം കൊണ്ടാണ് അശോക് മെഹ്ത്ത എന്ന ആ ക്രിമിനലിനെ പിടികൂടിയത്. പക്ഷെ പിറ്റന്നത്തെ വാർത്തകൾ മുഴുവൻ അശോക് മെഹ്ത്തയാണ്. അശോക് മെഹ്ത്തയെ പോലീസ് കൈകാര്യം ചെയ്തത് തികച്ചും മാനുഷിക പരിഗണന ഇല്ലാതെയാണ്. ഒരു മൃഗത്തെ കൈകാര്യം ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുന്നതൊക്കെയാണ് വാർത്തകൾ. എന്തായാലും അടുത്ത 2 മാസങ്ങൾ തെളിവെടുപ്പിന്റെ മാസങ്ങളാണ്. അശോക് മെഹ്ത്തക്കെതിരെ കോടതിയിൽ കേസുകൾ നിലനിൽക്കണം. ആ കേസുകൾക്ക് സാക്ഷി വേണം. സാക്ഷി പറയാൻ അശോക് കൊന്ന ഒരു സ്ഥലത്തെയും ആരും തയ്യാറല്ല. വാദി പോലും സാക്ഷി പറയാൻ തയ്യാറല്ല. സാക്ഷി പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട ബാക്കി ആളുകൾ കൂടി അവസാനിക്കുമോ എന്നൊരു സംശയം അമാർക്കുണ്ട്. അവസാനം പോലീസാണ് അവിടെ രക്ഷക്കെത്തിയത്. നവാഡ ജയിലിലെ പോലീസുകാരനെ വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഹോർലിക്സ് എന്ന പിന്റു മെഹ്ത്തയും അശോക് മെഹ്ത്തയും. സ്വാഭാവികമായിട്ടും പോലീസുകാർ ആ കേസിൽ സാക്ഷികളായി. അവര് ദൃക്സാക്ഷികളാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് അശോക് മെഹ്ത്തയ്ക്കും പിന്റു മെഹ്ത്തയ്ക്കും എതിരായ വിധിയായി മാറി. ഇതിനോടൊപ്പം വേറെയും കുറെ കേസുകൾ ഉണ്ടായിരുന്നു. അനവധി കേസുകൾ അശോക് മെഹ്ത്തയ്ക്കും പിന്റു മെഹ്ത്തയ്ക്കും എതിരെ ഉണ്ടായെങ്കിലും 2021 പിന്റു മെഹ്ത്തയും 2 ദിവസം മുമ്പ് അശോക് മെഹ്ത്തയും ജയിലിൽ നിന്ന് മോചിതരായി. പിന്റു മെഹ്ത്ത പൂർണ്ണമായും ഇപ്പോ പൊളിറ്റിക്സിലാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ കഥ അവസാനിപ്പിക്കാം. പിന്റു മെഹ്ത്തയുടെ മകൻ ഇപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. ഇതുവരെ ബീഹാറിനെ വിറപ്പിച്ച മാഫിയ ഡോണിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.